പുസ്തക ചരിത്രം അത് പുസ്തകങ്ങളുടെ മാത്രം ചരിത്രമല്ല, ഒരു ഭാഷയുടെയും സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ചരിത്രമാണ്. താളിയോലകളിൽ നിന്ന് കടലാസിലേക്ക് പുസ്തകങ്ങൾ നടത്തിയ യാത്ര അത് വെറുമൊരു യാത്ര മാത്രമായിരുന്നില്ല. മൂന്നായി ചിതറിക്കിടന്നിരുന്നൊരു ദേശത്തെ മലയാളി എന്ന അടയാളമായി രൂപപ്പെടുത്തിയ കഥയാണത്. വായനക്കാരും പ്രസാധകരും ചേർന്നു നിർമ്മിച്ച കേരളത്തിൻ്റെ പുസ്തക ചരിത്രത്തിലേക്കൊരു സഞ്ചാരം. വെൽക്കം ടു ആർട്ട് ഫയൽസ്. മലയാളത്തിൻ്റെ പുസ്തക ചരിത്രത്തെക്കുറിച്ച് ദീർഘമായ പഠനങ്ങൾ നടത്തുകയും പുസ്തകങ്ങൾ രചിക്കുകയും ചെയ്ത ഡോക്ടർ ശ്രീകുമാർ ഏജിയാണ് നമ്മളോടൊപ്പം. പുസ്തകവും കേരളത്തിൻ്റെ സംസ്കാര പരിണാമവും എന്ന വിഷയത്തെക്കുറിച്ച് ഗവേഷണം നടത്തുകയും അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് കേരളത്തിൻ്റെ പുസ്തക ചരിത്രത്തെക്കുറിച്ചൊരു ഗ്രന്ഥം തന്നെ, ആധികാരിക ഗ്രന്ഥം തന്നെ മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ളതാണ് മാഷിൻ്റെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഈ പുസ്തക ചരിത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പുസ്തകത്തെ പറ്റിയുള്ള ചരിത്രമാണോ, അതോ പുസ്തകങ്ങൾ സാമൂഹിക തലത്തിൽ എങ്ങനെ ഇടപഴകുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണോ അത്? ഓക്കെ, പുസ്തകങ്ങൾ നിർമ്മിച്ച് നൽകുന്ന ഒരു അനുഭവ ലോകത്തെക്കുറിച്ചിട്ട് NV കൃഷ്ണവാര്യർ പുസ്തകങ്ങൾ എന്ന പേരിൽ തന്നെ ഒരു കവിത എഴുതിയിട്ടുണ്ട്. പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട് എന്നൊരു അന്വേഷണത്തിലാണ് ഈ കവിത തുടങ്ങുന്നത്. വിജ്ഞാനം, വിനോദം, ആനന്ദം എന്നിവ പ്രദാനം ചെയ്യുന്ന പാരായണ രൂപങ്ങളാണ് പുസ്തകങ്ങൾ എന്ന ഉത്തരമാണ് NV കവിതയിൽ കണ്ടെത്തുന്നത്. ഈ ആധുനികതയൊക്കെ നിർമ്മിച്ചൊരു ലോകബോധത്തിൻ്റെ കരുത്തിൽ നിന്നിട്ടാണ് NVക്ക് അങ്ങനെ ഒരു നിരീക്ഷണത്തിലേക്ക് പോകാൻ പറ്റുന്നത്. വിജ്ഞാനം, വിനോദം, ആനന്ദം എന്നിവ പ്രദാനം ചെയ്യുന്ന പാരായണ രൂപമാണ് പുസ്തകം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താൻ പറ്റുന്നത്. ഈ കവിത അവസാനിക്കുന്നത് പുസ്തകങ്ങളിൽ സഞ്ചിതമത്രേ മർത്യവിജ്ഞാന സാര സംഗ്രഹം എന്നാണ്. നിശ്ചയമായിട്ടും നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നിട്ട് നമുക്ക് വിജ്ഞാനം, വിനോദം, ആനന്ദം എന്നിവ പ്രദാനം ചെയ്യുന്ന പാരായണ രൂപമാണ് പുസ്തകം എന്ന് മാത്രം ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. പുസ്തകങ്ങൾ എപ്പോഴും പുസ്തകങ്ങൾ പലതരത്തിലുള്ള സാംസ്കാരിക വ്യവസ്ഥയുടെ ഉള്ളിലാണ് പുസ്തകങ്ങൾ അതിൻ്റെ തുടർജീവിതം നയിക്കുന്നതും വർത്തമാനകാലത്ത് ഇടപെടുന്നതും. അത് മാധ്യമപരമാവാം, വംശീയമാവാം, രാഷ്ട്രീയമാവാം, അങ്ങനെ നിരവധി പ്രതിനിധാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു പുസ്തകം അതിൻ്റെ ചരിത്ര ജീവിതം ജീവിക്കുന്നത്. നമ്മൾക്ക് മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ട്രാൻസ്ലേഷൻ സ്റ്റഡീസിൽ വിവർത്തന പഠനമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ആലോചിക്കുകയാണെങ്കിൽ ഒരു പോളി സിസ്റ്റത്തിൻ്റെ ഉള്ളിലാണ് ആ സങ്കല്പനത്തിൻ്റെ ഉള്ളിലാണ് പുസ്തകം എപ്പോഴും ജീവിക്കുന്നത് എന്ന് പറയാൻ പറ്റും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ പുസ്തകം എപ്പോഴും ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു രൂപത്തിലാണ് അത് ഏത് കാലത്തും അതിൻ്റെ സാംസ്കാരികമായിട്ടുള്ള ജീവിതം നയിച്ചിട്ടുള്ളത്. പുസ്തകങ്ങളെക്കുറിച്ചിട്ടുള്ള സാംസ്കാരിക അന്വേഷണങ്ങൾ എന്ന നിലയിലാണ് പുസ്തക ചരിത്രം വേണമെങ്കിൽ നമുക്ക് നോക്കിക്കാണാൻ പറ്റുക. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പുസ്തകത്തെ നിർമ്മിച്ച സാമ്പത്തിക, സാമൂഹിക വിനിമയ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പുസ്തക ചരിത്രം എന്ന് പറയുന്ന ഒരു വിജ്ഞാന ശാഖ നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ അതൊരു കൾച്ചറൽ സ്റ്റഡീസിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ധാരാളം പഠനങ്ങൾ സംസ്കാര പഠനവുമായി ബന്ധപ്പെട്ട് പുസ്തക ചരിത്ര വിജ്ഞാന മേഖലയിൽ നടക്കുന്നുണ്ട്. യൂറോപ്പിലൊക്കെ ധാരാളം പഠനങ്ങൾ വരുന്നുണ്ട്. ഇന്ത്യൻ കോണ്ടെക്സ്റ്റുകളിലും അങ്ങനത്തുള്ള പഠനങ്ങൾ ധാരാളമായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ഒരു അക്കാഡമിക് ആയിട്ടുള്ളൊരു വിഷയമേഖല, ഒരു ഗവേഷണത്തിനൊക്കെ ഉള്ളൊരു വിഷയമേഖലയായിട്ട് പല യൂണിവേഴ്സിറ്റികളിലും ഇപ്പോൾ പുസ്തക ചരിത്ര വിജ്ഞാനീയം വരുന്നുണ്ട്. ഇപ്പോൾ എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ദ സെൻറ്റർ ഫോർ കൾച്ചറൽ സ്റ്റഡീസ് എന്നൊക്കെ ബുക്ക് ഹിസ്റ്ററി മാത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ഡിസിപ്ലിനുകളൊക്കെ ഉണ്ട്. വരും ഭാവിയിൽ പുസ്തകങ്ങളെക്കുറിച്ച് മാത്രം പഠിക്കുന്ന നിരവധി ഗവേഷണ മേഖലകൾ തുറക്കുമെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതൊക്കെ സംസ്കാര പഠന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പുസ്തകം പലതരം ഈ ഒരു ഇൻ്റർ ഡിസിപ്ലിനറിയുടെ ഉള്ളിലാണ് പുസ്തകത്തിൻ്റെ ഒരു ചരിത്രം നിൽക്കുന്നത്. അത്
മാധ്യമ പഠനത്തിൻ്റെ ഇതുണ്ട്, കമ്മ്യൂണിക്കേഷൻ പഠനത്തിൻ്റെ ഉണ്ട്, ആഖ്യാന പഠനത്തിൻ്റെ ഉണ്ട്, കൊളോണിയൽ പഠനത്തിൻ്റെ ഉണ്ട്, ദേശീയ പഠനത്തിൻ്റെ ഉണ്ട്. എല്ലാ പഠന മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണ് പുസ്തകം എന്ന് പറയുന്ന ഒരു വിജ്ഞാനം അല്ലെങ്കിൽ ഒരു വിജ്ഞാന മേഖല നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി ഈ പഠന വഴികൾ, യൂറോപ്പിലുണ്ടായിരുന്ന പഠനങ്ങൾ ഇന്ത്യയിൽ വന്ന പഠനം. അപ്പോൾ ഇതിൻ്റെ ഒരു തുടർച്ച എങ്ങനെയാണ് വന്നത്? ഇപ്പം കേരളത്തിലാണെങ്കിൽ ഇപ്പം നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സമഗ്ര ചരിത്രം പറയുന്നൊരു ഗ്രന്ഥമാണ് മലയാള പുസ്തക ചരിത്രം എന്ന പേരിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചരിത്ര വഴി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പൂർവ്വ പഠനങ്ങൾ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ഈ മുൻകാല പഠനങ്ങളെ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത്? 2002 ബുക്ക് ഹിസ്റ്ററി റീഡർ എന്ന് പറയുന്ന പുസ്തകം ഇറങ്ങുന്നത്. ആ പുസ്തകമാണ് ഒരുപക്ഷെ അതിന് ശരിക്കും ബുക്ക് ഹിസ്റ്ററിയുടെ ബൈബിൾ എന്നൊക്കെയാണ് ലോകവ്യാപകമായിട്ട് തന്നെ അറിയപ്പെടുന്നത്. ഈ പുസ്തകം ഒരു എഡിറ്റഡ് വർക്കാണ്. ഈ എഡിറ്റഡ് വർക്കിൻ്റെ ഉള്ളിൽ ആ കാലം വരെയുള്ള 2002 വരെയുള്ള പുസ്തക വിജ്ഞാനീയത്തെക്കുറിച്ചിട്ടുള്ള പരാമർശങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ വന്നേക്കുന്നത്. വളരെ ആധികാരികവും സമഗ്രവുമായിട്ടുള്ള ലേഖനങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ വന്നേക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ എഴുതിയവരുടെ ഒരു ലിസ്റ്റുകളൊക്കെ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇവർ എത്രയും പേര് ഇതിനുള്ളിൽ ഉണ്ടോ എന്ന് നമുക്ക് ബുക്ക് ഹിസ്റ്ററിയെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. അതിൽ ബാർത്ത് വരുന്നുണ്ട്, അതുപോലെ ഫൂക്കോ വരുന്നുണ്ട്, ബോർദ്യൂ വരുന്നുണ്ട്. ഇപ്പോൾ ഡേവിഡ് ഡാർട്ടൺ എന്ന് പറയുന്ന ഡേവിഡ് ഡാർട്ടനാണ് ഇതിനൊരു രീതിശാസ്ത്രം, ബുക്ക് ഹിസ്റ്ററിക്ക് ഒരു രീതിശാസ്ത്രം ഉണ്ടാക്കുന്ന ഒരാൾ. 1980കളിലാണ് ഈ ഡേവിഡ് ഡാർട്ടൺ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട് എന്ന് പറയുന്ന ഒരു തിയറി കൊണ്ടുവരുന്നത്. ഇതാണ് ബുക്ക് ഹിസ്റ്ററിയുടെ ഒരു അതിൻ്റെ ഒരു രീതിശാസ്ത്രത്തെ നിർമ്മിച്ചെടുത്തതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അത് സാമാന്യമായിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മൾ പുസ്തകത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എഴുത്തുകാരൻ, പ്രസാധകൻ, വായനക്കാരൻ, ഈ 3 കേന്ദ്രീകരണങ്ങളിൽ ഉള്ളിൽ മാത്രമാണെന്ന് എപ്പോഴും നമ്മൾ ആലോചിക്കുക. പക്ഷേ ഡാർട്ടൺ പറയുന്നത് ഒരു സർക്യൂട്ടിൻ്റെ ഉള്ളിലാണ് പുസ്തകം നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ എഴുത്തുകാരൻ മാത്രമല്ല, ഈ പുസ്തകത്തെ നിർമ്മിച്ചെടുത്ത ഭൗതിക സാഹചര്യങ്ങളെല്ലാം വരാം. അവിടെ പ്രിൻ്റർ വരും, മഷി വരും, പേപ്പർ വരും, പ്രസാധനത്തിൻ്റെ ഇത് വരും, പ്രസാധനത്തിൻ്റെ പോളിസികൾ വരും, പകർപ്പവകാശ നിയമങ്ങൾ വരും, അതേപോലെ തന്നെ കവർ വരും, എല്ലാം വരും. ഒരു പുസ്തകത്തെ ജീവിപ്പിക്കുന്ന എല്ലാ ഘടകങ്ങളെയും കുറിച്ചിട്ടുള്ള ഒരു ബന്ധവ്യവസ്ഥയിലാണ് ഒരു പുസ്തകം നിൽക്കുന്നതെന്നാണ് ഡാർട്ടൺ പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കൾച്ചറൽ ഫീൽഡ് എന്നൊക്കെ പറയുന്ന ബോർഡിൻ്റെയൊക്കെയുള്ള ഒരു ആശയങ്ങളോട് ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു ആശയമാണ് 1980കളിൽ ഡാർട്ടൺ അവതരിപ്പിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ബുക്ക് ഹിസ്റ്ററിയുടെ ഒരു രീതിശാസ്ത്ര സങ്കല്പങ്ങളെ നിർമ്മിച്ചെടുത്ത ആദ്യ ശ്രമങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചരിത്രം നോക്കുകയാണെങ്കിൽ പറയാൻ പറ്റും. ഇതൊക്കെ ഈ ഞാൻ പറഞ്ഞ ഈ ബുക്ക് ഹിസ്റ്ററി എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അഭിജിത് ഗുപ്തയും സ്വപൻ കുമാർ ചക്രവർത്തിയും കൂടി എഡിറ്റ് ചെയ്ത 3 പുസ്തകങ്ങൾ, വളരെ പ്രധാനപ്പെട്ട 3 പുസ്തകങ്ങളാണ്. മൂവബിൾ ടൈപ്പ് ബുക്ക് ഹിസ്റ്ററി ഇൻ ഇന്ത്യ, പ്രിൻ്റ് ഹിസ്റ്ററി ഇൻ ഇന്ത്യ, പ്രിൻ്റ് ഏരിയാസ് ബുക്ക് ഹിസ്റ്ററി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന 3 ഫൗണ്ട്സ് ഓഫ് നോളജ്. ഈ 3 പുസ്തകങ്ങളാണ് ഇന്ത്യൻ ബുക്ക് ഹിസ്റ്ററിയെ നിർണ്ണയിച്ച 3 പുസ്തകങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എന്തുകൊണ്ട് ആ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഇവർ അതിൻ്റെ ആ പ്രിഫേസ് പേജുകളിൽ ഇവരൊരു കാര്യം പറയുന്നത്, ബുക്ക് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണലായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമുക്ക് തനതായിട്ടുള്ളൊരു പുസ്തക സംസ്കാരത്തെ നിർമ്മിച്ചെടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഇന്ത്യയുടെ പ്രാദേശിക ഭാഷകൾക്ക് വേണ്ടി മാത്രം ഒരു ബുക്ക് ഹിസ്റ്ററി നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു തദ്ദേശീയമായിട്ടുള്ള ഒരു ആലോചനകളുടെ ബുക്ക് ഹിസ്റ്ററിയുടെ ഒരു എന്താ പറയുക ഒരു ഓറിയൻ്റലായിട്ടുള്ള ഒരു ആലോചനയുടെ ഫലമായിട്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതൊരു വലിയ മാറ്റമാണ്. പിന്നീട് വന്നേക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞതിൽ ദ എംപയർ ഓഫ് ബുക്സ് എന്ന് പറയുന്ന ഉൾറിക് എന്ന് പറയുന്ന എഴുത്തുകാരി, അവർ അമേരിക്കൻ വംശജയാണ്, ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചൊക്കെ പഠിച്ച ഒരാളാണ്, വിവർത്തന പഠനത്തിലൊക്കെ ഇടപെടുന്ന ഒരാളാണ്. അവർ എഴുതിയ ദ എംപയർ ഓഫ് ബുക്സ് എന്ന് പറയുന്നത് നേവൽ കിഷോർ എന്ന് പറയുന്ന ഒരു പ്രസ്സിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള പഠനമാണത്. ഈ ലക്നൗവിൽ തുടങ്ങിയ നമ്മളുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയൊക്കെ സമയത്ത് തുടങ്ങിയ, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വളരെയൊക്കെ മുമ്പാണ് കേട്ടോ, 19ാം നൂറ്റാണ്ടിൽ തന്നെ തുടങ്ങിയ ഈ നേവൽ കിഷോർ പ്രസ്
ഇന്ത്യൻ ദേശീയ സമരങ്ങളിൽ എങ്ങനെയാണ് ഇടപെട്ടത്, ഇന്ത്യൻ ദേശീയ സമരങ്ങളുടെ ഒരു ഊർജ്ജ കേന്ദ്രമായിട്ട് എങ്ങനെയാണ് പ്രസ് മാറിയത് ഒക്കെ ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ഈ മേഖലയിലെ മറ്റൊരു ശ്രദ്ധേയമായ പുസ്തകം 2015 അക്ഷയ് മുകുൾ എഴുതി പ്രസിദ്ധീകരിച്ച ദ ഗീത പ്രസ് ദ മേക്കിംഗ് ഓഫ് ഹിന്ദു ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകമാണ്. സമകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ് അക്ഷയ് മുകുളിൻ്റെ പുസ്തകം. ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അജണ്ട രൂപീകരിക്കുന്നതിൽ ഗീത പ്രസ് എന്ന് പറയുന്ന സ്ഥാപനം വഹിച്ച പങ്കിനെ കുറിച്ചിട്ടാണ് അക്ഷയ് മുകുൾ ഈ ഗ്രന്ഥത്തിൽ വളരെ സൂക്ഷ്മവും ആധികാരികമായിട്ട് എഴുതിയൊരു പുസ്തകമാണ് ഈ അക്ഷയ് മുകുളിൻ്റെ പുസ്തകം. 1923 ഉത്തർപ്രദേശിലെ ഖോരപൂരിലാണ് ഈ ഗീത പ്രസ് തുടങ്ങുന്നത്. ദേശീയ പ്രസ്ഥാനത്തിനൊക്കെയുള്ള വളരെ സജീവമായി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ പോലും അതിനോട് മുഖം തിരിഞ്ഞ് നിന്ന ഒരു പ്രസാധക സ്ഥാപനം എന്നുള്ളൊരു വിമർശനം അക്ഷയ് മുകുൾ ഇതിൻ്റെ ഉള്ളിൽ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് അംബേദ്കറിൻ്റെയും ഗാന്ധിയുടെയും ആശയങ്ങളോടൊക്കെ വളരെ വിമർശനാത്മകമായ നിലപാടെടുത്ത ഒരു പ്രസാധക സ്ഥാപനമാണ് ഗീത പ്രസ് എന്ന് വേണമെങ്കിൽ നമുക്ക് രേഖകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാവുന്നതാണ്. ഒരു ഹിന്ദുത്വ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിൽ എങ്ങനെയാണ് ഒരു പ്രസാധക സ്ഥാപനം വഹിക്കുന്ന പങ്ക് എന്താണെന്നുള്ള ഒരു അടിസ്ഥാന ചോദ്യം ഇവിടെയുണ്ട്. അവിടെയാണ് നമ്മുടെ ഗീത പ്രസിൻ്റെ ഒരു പ്രസാധകന പോളിസികളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രാമായണ മഹാഭാരതങ്ങളുടെയും തുളസീദാസ് രാമായണങ്ങളുടെയും ഒക്കെ ലക്ഷക്കണക്കിന് കോപ്പികളാണ് അവർ വിറ്റ് 7 കോടിയോളം കോപ്പികൾ വിറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഭഗവത്ഗീതയുടെ 7 കോടിയോളം കോപ്പികൾ അവർ വിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അവരുടെ സൈറ്റ് തന്നെ നമ്മളോട് വിശദീകരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രസാധക സ്ഥാപനം ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ട എങ്ങനെയാണ് മുന്നോട്ട് വച്ചത് എന്നുള്ളത് നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടും. അടുത്തൊരു സന്ദർഭത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ദക്ഷിണേന്ത്യൻ കോണ്ടക്സ്റ്റിലേക്ക് എടുത്തു പോവുകയാണെങ്കിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പുസ്തക ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭാവനകൾ ചെയ്ത ഒരാളാണ് AR വെങ്കടാചലപതി എന്ന് പറയുന്ന ഒരു സാമൂഹ്യ വിമർശകനാണ്, ചരിത്രകാരനാണ്, അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ 2-3 പുസ്തകങ്ങൾ ആണ് ഒരു ദക്ഷിണേന്ത്യയിലെ ബുക്ക് ഹിസ്റ്ററിയെ കുറിച്ചിട്ട്, പ്രത്യേകിച്ച് ദ പ്രൊവിൻസ് ഓഫ് ബുക്ക് എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ പ്രത്യേകിച്ച് കൊളോണിയൽ പീരീഡിൽ എങ്ങനെയാണ് അച്ചടിയും പുസ്തകവും തമ്മിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘർഷങ്ങൾ എങ്ങനെയായിരുന്നു. പിന്നീട് അച്ചടി വന്നതോടുകൂടിയിട്ട് താളിയോലകളുടെ മേൽ അച്ചടി വ്യവസ്ഥപ്പെടുന്നു. ആ സന്ദർഭത്തിൽ എങ്ങനെയാണ് പുസ്തക വായനക്കാരായ ഒരു ഗ്രൂപ്പ് വരുന്നത്, റീഡിംഗ് പബ്ലിക് വരുന്നത് തമിഴ്നാട്ടിനെ കേന്ദ്രീകരിച്ച്. അങ്ങനെ തമിഴ്നാടിൻ്റെ ഒരു പുസ്തക ചരിത്രമാണ്. പുസ്തക ചരിത്രം മാത്രമല്ല, തമിഴ് ജനതയുടെ ഒരു സാംസ്കാരിക ചരിത്രം കൂടിയിട്ടാണ് AR വെങ്കടാചലപതിയുടെ ദ പ്രൊവിൻസ് ഓഫ് ബുക്ക് എന്ന് പറയുന്നത്. വെങ്കടാചലപതിയുടെ മറ്റൊരു ശ്രദ്ധേയമായ പുസ്തകമാണ് കലൈ കലാഞ്ചിയം. കലൈ കലാഞ്ചിയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ എൻസൈക്ലോപീഡിയ, സർവ്വവിജ്ഞാനകോശം. 1947 തമിഴ്നാട് സർക്കാരിൻ്റെ ഒരു പ്രത്യേക പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് കലൈ കലാഞ്ചിയം എന്ന പേരിൽ എൻസൈക്ലോപീഡിയ അവർ ഡിസൈൻ ചെയ്യുന്നത്. ഒരു വിജ്ഞാനകോശം എന്നുള്ള രീതിയിൽ മാത്രമല്ല നമുക്ക് ഈ അതിൻ്റെ ഒരു ചരിത്രം, ഒരു വിജ്ഞാനകോശത്തിൻ്റെ പ്രസാധക ചരിത്രം എന്നുള്ള രീതിയിൽ മാത്രമല്ല ഈ പുസ്തകം നിൽക്കുന്നത്. ഈ പുസ്തകം ഒരു തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെയും തമിഴ്നാട് ദേശീയ ബോധത്തിൻ്റെയും ഭാഷാബോധത്തിൻ്റെയും ഒക്കെ ഒരു ചരിത്രം വിളിച്ചോതുന്ന പുസ്തകമായിട്ട് അത് മാറുന്നു. പലതരം ഇപ്പോൾ DMK പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു എൻസൈക്ലോപീഡിയ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നിർമ്മാണത്തിലേക്ക് ഇടപെടുന്നത് എന്നുള്ളത് വളരെ ആധികാരികമായിട്ട് വെങ്കടാചലപതി ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇപ്പം ഞാൻ ഈ ഇത്രയും പുസ്തകങ്ങൾ പറഞ്ഞതിൻ്റെ ആദ്യത്തെ പുസ്തകം ദ ബുക്ക് ഹിസ്റ്ററി റീഡർ ആണെങ്കിൽ പുസ്തകങ്ങളെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായി വ്യത്യസ്ത മേഖലകളിൽ വെച്ച് കാണുന്ന ഒരു പുസ്തകമാണെങ്കിൽ, രണ്ടാമത്തെ അഭിജിത് ഗുപ്തയുടെയും സ്വപൻ കുമാർ ചക്രവർത്തിയുടെയും പുസ്തകങ്ങൾ സാങ്കേതികത, ടെക്നോളജി, മാധ്യമം, മീഡിയ, ഒരു കൾച്ചറൽ ഫോം എന്ന രീതിയിൽ പുസ്തകത്തെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ കണ്ടെടുക്കാൻ ശ്രമിക്കുന്ന ഒരു എഴുത്തുകളാണ്. മറ്റൊന്ന് അക്ഷയ് മുകുളിൻ്റെ ആയാലും ഉൾറിക്കിൻ്റെ ആയാലും ആ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രസാധക സ്ഥാപനം എങ്ങനെയാണ് ദേശീയതയിലും
അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയതയിലും ഒപ്പം തന്നെ ഹിന്ദുത്വവൽക്കരണത്തിലുമൊക്കെ വഹിച്ച പങ്ക് എങ്ങനെയാണ് എന്നുള്ള ഒരു വിചാരങ്ങളാണ് ആ പുസ്തകങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. ഈ അവസാനത്തിലേക്ക് വരുമ്പോൾ വെങ്കടാചലപതി ചെയ്യുന്നത് ഒറ്റ പുസ്തകം, എൻസൈക്ലോപീഡിയ എന്ന് പറയുന്ന ഒറ്റ പുസ്തകം എങ്ങനെയാണ് ഒരു സംസ്കാര ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സംസ്കാര നിർമ്മിതിയുടെ ഭാഗമായിട്ട് പുസ്തകങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. നമ്മൾ ഈ പുസ്തക ചരിത്രത്തിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ലിഖിതത്തിൻ്റെ ചരിത്രം തന്നെ എടുക്കുമ്പോൾ ആദ്യകാലത്ത് അത് ഗുഹാചിത്രങ്ങളായി ഉണ്ടാകുകയും പിന്നീട് താളിയോല രൂപത്തിലേക്ക് മാറുകയും അത് കഴിഞ്ഞ് അച്ചടി യന്ത്രത്തിലൂടെ അച്ചടി മഷിയിലൂടെ പുസ്തകങ്ങളിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ പൊതുവിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ താളിയോലകളിൽ നിന്ന് പുസ്തകത്തിലേക്കുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ശരിക്കും ഒരു സാമൂഹികപരമായിട്ടുള്ളൊരു മാറ്റം കൂടിയാണ്. അവിടെ പലതരത്തിലുള്ള ഘടകങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നുണ്ട്. പുസ്തകത്തിന് അത്തരത്തിലുള്ളൊരു സ്വാതന്ത്ര്യം കൂടി മനുഷ്യർക്ക് നൽകിക്കൊണ്ടാണ് ആ ഒരു മാറ്റം കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു സാമൂഹ്യ മാറ്റത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഗുട്ടൻബർഗ് സാഹസികതയും കലയും എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ച അച്ചടി കണ്ടുപിടിച്ചതിന് ശേഷം ഒരു നൂറ്റാണ്ടിനുള്ളിൽ തന്നെ ഇന്ത്യയിലേക്ക് അച്ചടി കടന്നു വരുന്നുണ്ട്. കൊളോണിയൽ ഇടനിലയിലൂടെ തന്നെയാണ് ഇന്ത്യയിലേക്ക് അച്ചടി കടന്നു വരുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 1556 സെപ്റ്റംബർ 6-ാം തീയതിയാണ് അച്ചടി യന്ത്രം ഇന്ത്യൻ ഭൂഖണ്ഡത്തിലേക്ക് വരുന്നത്, ഉപഭൂഖണ്ഡത്തിലേക്ക് വരുന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അമേരിക്കയ്ക്കും യൂറോപ്പിനും വെളിയിൽ ഏറ്റവും കൂടുതൽ അച്ചടി യന്ത്രവും അച്ചടി സംസ്കാരവും ഉണ്ടായിരുന്ന ഒരു നാട് ഇന്ത്യയാണ്. പക്ഷേ അതിസമ്പന്നമായിട്ടുള്ളൊരു താളിയോല പാരമ്പര്യം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അച്ചടി വ്യാപകമായി, പ്രത്യേകിച്ച് 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലൊക്കെ അച്ചടി വ്യാപകമാകുന്ന സന്ദർഭത്തിൽ പോലും താളിയോല സംസ്കാരം പല ജാതി സമൂഹങ്ങളുടെ ഉള്ളിലും ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ട്. ഈ ഭവാനി ചന്ദ്ര ചതോപാധ്യായ അദ്ദേഹത്തിൻ്റെ എല്ലാ സമ്പാദ്യം ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഈ രാമായണ മഹാഭാരതത്തിൻ്റെ ടെക്സ്റ്റുകൾ അദ്ദേഹം അച്ചടിക്കുന്നത്. ഈ രാമായണത്തിൻ്റെ 100 കണക്കിന് കോപ്പികൾ അച്ചടിച്ചിട്ട് അത് വിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹം ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, രാമായണത്തിൻ്റെ ഒരു ആമുഖമായിട്ട് എഴുതുന്ന ഒരു പ്രസാധന കുറിപ്പുണ്ടാവും. ആ പ്രസാധന കുറിപ്പിൽ അദ്ദേഹം മാറ്റിയിട്ട് അദ്ദേഹം മറ്റൊരു പ്രസാധന കുറിപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് എഴുതി ചേർത്തു. അതെങ്ങനെയാണ്, ഏതാണ്ട് അതിൻ്റെ ഒരു ഭാഗങ്ങൾ എങ്ങനെയാണ്, ഈ പുസ്തകം അച്ചു നിരത്തിയവരെല്ലാം ബ്രാഹ്മണന്മാരാണെന്നും ഇതിനെ ഉപയോഗിച്ച മഷി ഗംഗയിൽ നിന്നെടുത്ത പുണ്യജലമാണെന്നുമാണ് അദ്ദേഹം എഴുതി ചേർത്തത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഒരു വരേണ്യമായിട്ടുള്ള സംസ്കാരത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പുസ്തകത്തെ വിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ താളിയോല സംസ്കാരം അത്ര ശക്തമാണ്. അതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് പുസ്തകത്തിൻ്റെ വിൽപ്പനയൊക്കെ സാധ്യമാവാത്ത ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊരു പ്രസാധക തന്ത്രമായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് കാണാം. പക്ഷേ ആ കോണ്ടെക്സ്റ്റിനെ നമ്മൾ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ താളിയോല പാരമ്പര്യം വളരെ ശക്തമായിരുന്നു. അത് കേരളത്തിലും ആയാലും നമുക്ക് കാണാൻ പറ്റില്ല. എഴുത്തച്ഛൻ്റെ കൃതികളൊക്കെ താളിയോലയോടെ വിതരണം ചെയ്യും. ഇപ്പോൾ ആയുർവേദം പോലെയുള്ള കൃതികളൊക്കെ, ആയുർവേദ വിജ്ഞാനീയമൊക്കെ വരുന്ന, അല്ലെങ്കിൽ ജ്യോതിഷം പോലെയുള്ള കൃതികളൊക്കെ വരുന്നത് താളിയോലയുടെയാണ് അടുത്ത തലമുറയിലേക്ക് വിതരണം ചെയ്യപ്പെട്ടത്. ഞാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ, വളരെ വേഗത്തിൽ നടന്ന ഒരു സാമൂഹ്യ പരിവർത്തനം അല്ല താളിയോലയിൽ നിന്ന് അച്ചടിയിലേക്കുള്ള ഒരു മാറ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ടൊരു പുസ്തകം വായിച്ച് ഒരു റീഡിങ് പബ്ലിക്കൊക്കെ ഏത് കാലത്താണ് രൂപപ്പെട്ടേ എന്നുള്ളതൊക്കെ നമുക്ക് 20-ാം നൂറ്റാണ്ടിൻ്റെ ഒരു 2-ാം പകുതിയിൽ നിന്നൊക്കെ വേണമെങ്കിലാണ് നമുക്കതിൻ്റെ ഒരു വിശദീകരണം നൽകാൻ പറ്റുള്ളൂ. അതിനു മുമ്പ് പുസ്തകം വായിച്ചവരൊക്കെ ഉണ്ട്. പക്ഷേ ഒരു റീഡിങ് പബ്ലിക്കായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് റീഡേഴ്സായിട്ട് നമ്മുടെ പൊതുസമൂഹം അതിലേക്ക് വരുന്നതിനൊക്കെ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെയാണ്. നമ്മുടെ കേരളത്തിൻ്റെ കോണ്ടക്സ്റ്റിലേക്ക് വരുമ്പോൾ, പശ്ചാത്തലത്തിലെത്തുമ്പോൾ, കൊച്ചി, തിരുവിതാംകൂർ, മലബാർ എന്ന് പറയുന്ന നാട്ടുരാജ്യങ്ങളായിട്ട് നിന്നിരുന്ന ഒരു ദേശത്തെ ഐക്യകേരള ഒരു ഏകകേരള ഭാവത്തിലേക്ക് രൂപപ്പെടുത്തുന്നതിൽ പുസ്തകങ്ങളും വഹിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ അച്ചടിക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അച്ചടിയാണ് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് അതിനെ രൂപപ്പെടുത്തിയെന്നൊക്കെയുള്ള പഠനങ്ങളും വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇന്ന് കാണുന്ന ഒരു ഏകകേരള ഭാവത്തെ രൂപപ്പെടുത്തുന്നതിൽ അച്ചടിക്കുള്ള ഒരു പങ്ക്, അല്ലെങ്കിൽ പുസ്തക ചരിത്രത്തിനുള്ളൊരു പങ്ക് എന്താണ്? മാതൃഭാഷ എന്ന നിലയിൽ മലയാളം മാതൃഭാഷയായ ഒരു സമൂഹത്തെ അവിടെ മലയാളി എന്ന് പറയുന്ന ഒരു സ്വത്വബോധം ഉണ്ടാക്കുന്നതിൽ അച്ചടി മാധ്യമങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്.
പ്രത്യേകിച്ച് 3 പ്രവിശ്യകളായിട്ട് കടന്നിരുന്ന തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്ന 3 പ്രവിശ്യകളിൽ കടന്നിരുന്ന ഒരു സ്ഥലത്ത് കേരളം എന്ന് പറയുന്ന ഒരു ദേശഭാവന ഉണ്ടാക്കിയതിൽ പത്രമാസികകളും പുസ്തകങ്ങളും വഹിച്ച പങ്ക് വളരെ വലുതാണ്. നമ്മൾ ആദ്യകാലം നമ്മളുടെ പത്രമാസികകളുടെയൊക്കെ പേരുകൾ തന്നെ എടുത്ത് നോക്കിയാൽ മതി. കേരള ഉപകാരി, കേരള മിത്രം, അങ്ങനെ പോകുന്ന കേരള പത്രിക തുടങ്ങുന്ന കേരളം എന്ന് പറയുന്ന ഒരു ഭാവനാത്മകമായിട്ടുള്ള ദേശം അതിനുള്ളിൽ അടയാളപ്പെട്ട് കിടക്കുന്നുണ്ട്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരളം പോലത്തുള്ള മഹാകാവ്യങ്ങൾ എഴുതുന്നു. ഇതൊക്കെ ഭാവനാത്മകമായിട്ടൊരു കേരളത്തിനെ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഈ ബെനഡിക്റ്റ് ആൻഡേഴ്സൻ്റെ ഇമാജിൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഭാവനാത്മകമായിട്ടുള്ള സമൂഹങ്ങൾ എന്നുള്ള, അല്ലെങ്കിൽ ഭാവനാത്മക സമൂഹങ്ങൾ എന്നുള്ള ഒരു സങ്കല്പനം വച്ച് നമുക്ക് അതിനെ പഠിക്കാൻ പറ്റുന്നത്. പുസ്തകങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ പത്രമാസികകളിലൂടെയാണ് മലയാളി എന്നൊരു സ്വത്വബോധം ഉണ്ടാകുന്നത്. അത് മാതൃഭാഷയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ രൂപീകരണ സന്ദർഭത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട. മലയാളം എന്ന ദേശഭാവനയും മലയാളി എന്ന സ്വത്വബോധത്തെയും ഒക്കെ, അല്ലെങ്കിൽ ദേശബോധത്തെയൊക്കെ നിർമ്മിച്ചതിൽ സാഹിത്യ സഭകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. പ്രത്യേകിച്ച് ഭാരതവിലാസ സഭയും ഭാഷാഭൂഷ സഭയും അവരുടെ ആ സമ്മേളനങ്ങളിലെ ചർച്ചകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മലയാളം അല്ലെങ്കിൽ മലയാളി എന്ന് പറയുന്ന ഒരു സമൂഹത്തെ കാണുന്നുണ്ട്. ആ ഒരു കൂട്ടായ്മ എങ്ങനെയാണ് കണ്ടത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഇപ്പോൾ അതിലാണ് ARനെ പോലുള്ള അതിലൊരു സമ്മേളനത്തിൽ 6ാമത്തെ ഭാഷാഭൂഷ സഭയുടെ 6ാമത്തെ സമ്മേളനത്തിൽ പറയുന്നുണ്ട്, ഈ സഭയ്ക്ക് ജാതിയൊന്നും ഇല്ല. അപ്പോൾ എഴുത്തുകാരനെ ജാതി തിരിച്ചുള്ള വേർതിരിവൊന്നും ഇവിടെ ഇല്ല. അതിനു മുമ്പ് വളരെ പ്രസിദ്ധമായിട്ടുള്ള കുറെ സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്, സാഹിത്യസഭകളിലല്ല. പക്ഷെ എന്നാൽ പോലും എഴുത്തുകാരൻ എന്നുള്ളതിൻ്റെ ജാതിയൊക്കെ പ്രശ്നമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ മൂലൂരിനെ ഒക്കെ വളരെ ജാതി അധിക്ഷേപങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കവിരാമായണം, കവി ഭാരതം എന്ന് പറയുന്ന കൃതികളൊക്കെ വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എഴുത്തുകാരൻ്റെ ജാതിയെ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകളൊക്കെയാണ്. ഇപ്പോൾ മൂലൂരാണ് ഏറ്റവും വലിയ അതിൻ്റെ ഉദാഹരണം. പക്ഷേ ഏറിലേക്ക് ഈ ഭാരതവിലാസ സഭയിലേക്കൊക്കെ വരുന്ന സമയത്ത് അവർ കൃത്യമായിട്ട് ഈ സഭയ്ക്ക് ജാതി ഇല്ല എന്നുള്ള ഒരു പ്രസ്താവനയാണ് ജാതി ശരീരങ്ങളെ വിട്ട് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പൊതുബോധത്തിലേക്കൊക്കെ മലയാളി കടന്നു വരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് വായനയും പുസ്തകത്തെയൊക്കെ വലിയ തരത്തിൽ മാറ്റിമറിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, മലയാളത്തിൻ്റെ ഒരു ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങളുടെ നിർമ്മാണം ഒക്കെ നടത്തിയത് ഭാഷാഭൂഷ സഭയിലെ കൂടെയൊക്കെയാണ്. ഇപ്പോൾ മലയാളത്തിൻ്റെ നിഘണ്ടുക്കളുടെ നിർമ്മാണവും അല്ലെങ്കിൽ പദകോശങ്ങളുടെ നിർമ്മാണത്തിനൊക്കെ അവരുടെ ഒരു ചർച്ചകളൊക്കെ അത് ഭാരതവിലാസ സഭയിൽ നടന്നിട്ടുണ്ട്. അതായിരിക്കാം മലയാളി എന്ന് പറയുന്ന അല്ലെങ്കിൽ മലയാളം എന്ന് പറയുന്ന ഒരു ദേശഭാവനയെ നിർമ്മിച്ചെടുത്തത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആൻഡേഴ്സന്റെ ചില സങ്കല്പനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ നവോത്ഥാനത്തെയും അല്ലെങ്കിൽ ദേശീയതയൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ പുസ്തകത്തിൻ്റെയും അല്ലെങ്കിൽ അച്ചടിയും ഒക്കെ നിർമ്മിച്ചെടുത്ത ഒരു ദേശഭാവനയിൽ നിന്നാണ് മലയാളി എന്ന് പറയുന്ന ഒരു സ്വത്വബോധവും മലയാളി എന്ന് പറയുന്ന ഒരു സാമൂഹ്യ രൂപീകരണവും കേരളം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ രൂപീകരണവും ഒക്കെ നടന്നത് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ അച്ചടിയുടെ അല്ലെങ്കിൽ ഈ പുസ്തക ചരിത്രത്തിൻ്റെ തന്നെ ഒരു പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ മിഷണറിമാരായിട്ടുള്ളവർ ഇവിടെ വരുന്നു. അതിനു മുമ്പ് യൂറോപ്യമായിട്ടുള്ള ഒരു പാരമ്പര്യം നിലനിൽക്കുന്നു. പിന്നെ നാട്ടുപ്രസാധകർ വരുന്നു. ഇങ്ങനെ പലരായിട്ട് രൂപപ്പെടുത്തിയ ഒരു രീതി അല്ലെങ്കിൽ ഒരു ചരിത്രം ഇതിനുണ്ട് എന്ന് നമുക്ക് കാണാം. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഈ മിഷണറിമാരുടെ ഒരു ഇടപെടല്. പ്രത്യേകിച്ച് ഇപ്പൊ ചവറ കുര്യാക്കോസ് ഏലിയാസിനെ പോലെയുള്ള പ്രസാധകരുടെയൊക്കെ പുസ്തക പ്രസാധന രംഗത്ത് ഒരുപക്ഷെ ഒരു വലിയ ചുവടുമാറ്റം രൂപപ്പെടുത്തിയ ഒരാളാണ് ചവറ അച്ഛൻ നമ്മൾ പറയുന്ന ചവറ കുര്യാക്കോസ് ഏലിയാസ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു? നിശ്ചയമായിട്ടും അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആ സാഹചര്യത്തെ പറ്റിയിട്ട് സംസാരിക്കേണ്ടതും നമ്മൾ അത്യാവശ്യമാണ്. കാരണം 1824 മലയാളത്തിലെ ആദ്യത്തെ പുസ്തകം. അതിനു മുമ്പ് 1772 സംക്ഷേപ യഥാർത്ഥം വരുന്നുണ്ട്. പക്ഷെ കേരളത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ കേരളീയ പ്രസാധനത്തിൻ്റെ തുടക്കം ബെഞ്ചമിൻ ബെയ്ലിയിൽ നിന്നാണ്. അപ്പോൾ ബെഞ്ചമിൻ ബെയ്ലിക്ക് വളരെ പ്രധാനപ്പെട്ട റോളുണ്ട് കേരളത്തിൻ്റെ ആധുനീകരണത്തിലും ഭാഷാ നവോത്ഥാനത്തിലും ഒക്കെ. മിഷണറിമാർ വഹിച്ച പങ്ക്, പ്രത്യേകിച്ച് ബെഞ്ചമിൻ ബെയ്ലിയും ഗുണ്ടറ്റൊക്കെ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇപ്പം പ്രത്യേകമായിട്ട് നമുക്ക് എടുത്ത് പറയേണ്ടത് ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ഇപ്പോൾ കേരളത്തിൻ്റെ ഈ 2 നൂറ്റാണ്ട് കാലത്തെ പുസ്തക പ്രസാധന ചരിത്രത്തിലെ
ഏറ്റവും കനപ്പെട്ട പേരുകളിൽ ഒന്നാണ് ഈ ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. വിദ്യാഭ്യാസ പ്രവർത്തകനാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്, ഒപ്പം തന്നെ ഗ്രന്ഥകാരനാണ്. പിന്നീട് ഇപ്പോൾ സംരംഭകൻ എന്ന നിലയിൽ ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഒരു പ്രസാധക സ്ഥാപനം തുടങ്ങാൻ ഇറങ്ങിത്തിരിക്കുക. ഇപ്പോൾ ആ ജ്ഞാനപീയൂഷം എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങളൊക്കെ വരുന്നതോട് കൂടിയിട്ടാണ് ഈ പുസ്തകങ്ങളിലൂടെയൊക്കെ നമ്മൾ അടിവര ഇടുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചവറ കുര്യാക്കോസ് അച്ഛൻ ഒരു പള്ളിക്ക് ഒരു പള്ളിക്കൂടം എന്നുള്ള ചവറ കുര്യാക്കോസ് അച്ഛൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യത്തെയാണ് എല്ലാവരും എടുത്ത് നവോത്ഥാനത്തിൻ്റെ ഫ്രെയിമിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നത്. പക്ഷെ മറ്റൊരു കാര്യത്തിൽ അച്ഛൻ ഇങ്ങനെ ഈ ജ്ഞാനപീയൂഷത്തിലെ പറയുന്ന ഒരു കാര്യമുണ്ട്, വായനയിലെ ആനന്ദമുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ആനന്ദം കണ്ടെത്തും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒരു ആധുനികതയുടെ ഒരു വലിയൊരു, അല്ലെങ്കിൽ ആധുനിക വ്യക്തിബോധം, അല്ലെങ്കിൽ ആധുനിക സമൂഹത്തിൻ്റെ സങ്കല്പങ്ങളൊക്കെ ചവറ അച്ഛനിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഫ്രെയിമിലേക്ക്, നവോത്ഥാനത്തിൻ്റെ ഒരു ഫ്രെയിമിലേക്ക്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കേരളത്തിൻ്റെ ആധുനീകരണത്തിൻ്റെയും ഭാഷാ നവോത്ഥാനത്തിൻ്റെയും ചരിത്ര സന്ദർഭങ്ങളോട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമുക്ക് ഈ ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെയൊക്കെ നമുക്ക് ഇന്ന് വായിക്കാൻ പറ്റുള്ളൂ. ജ്ഞാനപീയൂഷം എന്ന് പറയുന്ന ഗ്രന്ഥത്തെയായാലും, അല്ലെങ്കിൽ നളാഗമം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തെയൊക്കെ നമുക്ക് ആ തരത്തിലൊരു കോണ്ടക്സ്റ്റിലാണ് വായിച്ച് മനസ്സിലാക്കേണ്ടത്. ഈ ചവറയച്ചന്റെ കാര്യം തന്നെ പറയുമ്പോൾ ഒരു പക്ഷേ തദ്ദേശീയനായിട്ടുള്ള ആദ്യത്തെ പുസ്തക പ്രസാധകനാണെന്ന് പറഞ്ഞാൽ മിഷണറി അല്ലാത്ത മലയാളിയായ ആദ്യത്തെ പ്രസാധകൻ. ഏലിയാസ് അച്ഛൻ്റെ ഒപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു മറ്റൊരു പേരാണ് ഈശ്വരപിള്ള വിചാരിപ്പുകാര്. ഈശ്വരപിള്ള വിചാരിപ്പുകാരാണ് മിഷണറി അല്ലാത്ത മലയാളത്തിലെ ആദ്യ പ്രസാധകൻ. ഞാൻ അദ്ദേഹത്തിൻ്റെ മറ്റൊരു തരത്തിലാണ് നോക്കിക്കാണാൻ ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മലയാള ഗ്രന്ഥങ്ങളുടെ ശുദ്ധപാഠ നിർമ്മിതിയിലേക്ക്, മലയാള ഗ്രന്ഥങ്ങളിലേക്ക് അതിനു വേണ്ടിയിട്ട് മുന്നോട്ടിറങ്ങിയ ഒരു പ്രസാധകനാണ് അദ്ദേഹം. പ്രത്യേകിച്ച് ഈ ആട്ടക്കഥകളൊക്കെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടത്തുന്ന ആട്ടക്കഥകളെ ശേഖരിച്ച് അതേ ശുദ്ധപാഠം നടത്തി അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ആദ്യത്തെ പറഞ്ഞ മാതിരി ഈ മുദ്രണപരമായ സ്ഥിരത്വം എന്ന് ഞാൻ പറഞ്ഞു, ഒരിക്കൽ പ്രിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് അതിന് ഒരു ഏകപാഠമായിട്ട് അത് മാറുന്ന ഒരു സന്ദർഭമുണ്ട്. അങ്ങനെ കഥകളി എന്ന് പറയുന്ന ഒരു കലാരൂപത്തിന്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാഹിത്യ രൂപത്തിന് ഒരു ഏകപാഠം ഉണ്ടാക്കിയ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഈശ്വരപിള്ള വിചാരിപ്പുകാർക്ക് മലയാളത്തിൻ്റെ പ്രസാധന ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒപ്പം തന്നെ ഈ നാട്ടുപ്രസാധകർ, 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ വരുന്ന നാട്ടുപ്രസാധകരുടെ ഒരു വലിയ ഇടപെടലാണ് കേരളത്തിൻ്റെ പുസ്തക സംസ്കാരത്തെ മറ്റൊരു തരത്തിൽ മാറ്റിമറിച്ചതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതിലേറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് എസ്.ടി. റെഡ്ഡിയാർ എന്ന് പറയുന്ന പ്രസാധകൻ. എസ്.ടി. റെഡ്ഡിയാരുടെ ജീവിതം വളരെ ഒരു പാഠപുസ്തകം തന്നെയാണ്. ഒരു പ്രസാധന ചരിത്രത്തിലെ മറ്റൊരു അധ്യായമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. എസ്.ടി. റെഡ്ഡിയാർ മലയാളിയല്ല, ആന്ധ്രാപ്രദേശിൽ ജനിച്ച ഒരാളാണ്. ബാല്യകാലത്ത് വലിയ ദാരിദ്ര്യം അനുഭവിച്ച് കുടുംബ പ്രാരാബ്ധങ്ങളുടെ ഇടയിലൊക്കെ ഒരു ജീവിതം കണ്ടെത്താൻ വേണ്ടിയിട്ട് സമൂഹരംഗപുരം എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു പ്രദേശത്തേക്ക് പലായനം ചെയ്യപ്പെട്ടു വന്ന ഒരു ബാലനാണ്. ആദ്യകാലത്ത് അദ്ദേഹം ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ നടത്തി അവിടെ ഉപജീവനം നടത്തുകയും അങ്ങനെയുള്ള യാത്രയിൽ അദ്ദേഹം കൊല്ലത്ത് വരികയും ചെയ്യുകയാണ്. അപ്പോൾ കൊല്ലത്ത് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് പാത്ര കച്ചവടമാണ്. തലച്ചുമടായിട്ട് കൊല്ലത്തെ പ്രധാനപ്പെട്ട വലിയ വലിയ കുടുംബങ്ങളിൽ പോയി പാത്രങ്ങൾ വിൽക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി. ജോലിയോടുള്ള ആത്മാർത്ഥതയൊക്കെ കൊണ്ട് അദ്ദേഹം ഈ പാത്രക്കച്ചവടത്തിൽ പതുക്കെ പതുക്കെ വിജയിച്ചു വരുന്ന ഒരു സന്ദർഭം നമുക്കതിൽ കാണാൻ പറ്റും. മറ്റൊന്ന്, ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തോട് പറയുന്നത്, ഈ പാത്രക്കച്ചവടത്തോടൊപ്പം തന്നെ പുതിയ ഒരു വിൽപ്പനാ രൂപമായിട്ട് പുസ്തകങ്ങൾ കൂടി ഇറങ്ങിയിട്ടുണ്ട്. അത് തൃശ്ശൂരിൽ നിന്നാണ് പുസ്തകങ്ങൾ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത്. ആ പുസ്തകം കൂടി തൻ്റെ തലച്ചുമടിൽ കൊണ്ട് നടന്നാൽ കുറച്ചുകൂടി വരുമാനം കിട്ടില്ലേ എന്നുള്ള ചോദ്യം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അദ്ദേഹത്തോട് ചോദിക്കുന്നു. സ്വാഭാവികമായിട്ടും ഒരു പുസ്തക വിൽപ്പനയുടെ ഒരു സാധ്യതകൾ തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യൻ തൃശ്ശൂരിലേക്ക് കാൽനടയായിട്ട് പുസ്തകങ്ങൾ തേടി എത്താണ്. തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹം പുസ്തകങ്ങളൊക്കെ ശേഖരിച്ച് വീണ്ടും കൊല്ലത്തെത്തുന്നു.
ഈ പാത്രങ്ങളുടെ ഒപ്പം ഈ പുസ്തകവും വച്ചിട്ട് അദ്ദേഹം ഓരോ വീടുകളും കയറി ഇറങ്ങി നടക്കുന്നു. ഞാൻ നിശ്ചയമായിട്ട് വിചാരിക്കുന്നത് നവോത്ഥാനത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പുസ്തകങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള നവോത്ഥാനത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ എസ് ടി റെഡ്ഡിയാരെ പോലെയുള്ള ആളുകൾ നടന്നു തീർത്ത ഒരു ചരിത്രമാണ്. കേരളത്തിൻ്റെ ദേശഭൂമിയിലൂടെ നടത്തിയ ഒരു യാത്രയുടെ ചരിത്രം കൂടിയിട്ടാണ് ഈ പുസ്തകങ്ങളുടെ ചരിത്രത്തെ ബന്ധിപ്പിച്ച് നിർത്തേണ്ടത്. ഇപ്പം ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ തേടിയിട്ട് അദ്ദേഹം കൊല്ലത്ത് കൊണ്ടുവന്ന് വിൽപ്പന നടത്തുകയും പതുക്കെ അദ്ദേഹം അതിൽ വിജയിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴാണ് അദ്ദേഹവും ശ്രീനാരായണ ഗുരുവായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇതാണ്. അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇദ്ദേഹം പുസ്തകം വിറ്റേന്നുള്ളതാണ്. അവിടെ അതാണ് ഇദ്ദേഹത്തെ ഈ നമ്മുടെ അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത പുസ്തകങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ട് കൊല്ലത്തെ ഓരോ അങ്ങാടികളിലും അല്ലെങ്കിൽ വലിയ വലിയ വീടുകളുടെ മുമ്പിൽ ചെന്നുകൊണ്ട് മനോഹരമായിട്ടത് പാടി അവതരിപ്പിച്ച് അതിൻ്റെ കണ്ടൻറ് ഇതാണെന്ന് ഈ പുസ്തകം വാങ്ങുന്ന വായനക്കാരൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചതിന് ശേഷമാണ് വിൽക്കുന്നത്. അതൊരു വിൽപ്പനയുടെ ഒരു തന്ത്രമാണ്. ബിസിനസ്മാൻ കൂടിയാണ്. മനോഹരമായിട്ട് പാടുന്നു. ഒന്ന് ആലോചിക്കുക, മലയാളി പോലും അല്ലാത്ത ഒരാൾ മലയാള ടെക്സ്റ്റുകളുടെ കൃത്യമായ ഒരു കണ്ടന്റുകളെ വായനക്കാരൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് അത് വിൽക്കാൻ നോക്കുന്ന ഒരു ഘട്ടം. സ്വാഭാവികമായിട്ടും ശ്രീനാരായണ ഗുരുവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വലിയൊരു അടുത്ത ബന്ധം ഒരു പുതിയ പ്രസ് തുടങ്ങാൻ അദ്ദേഹത്തിന് സഹായകരമായിട്ട് വർത്തിക്കുന്നു. അങ്ങനെയാണ് വിദ്യാഭിവർദ്ധിനി എന്ന് പറയുന്ന പ്രസ് തുടങ്ങുന്നത്. ഈ പേര് തന്നെ ഗുരുവാണ് നിർദ്ദേശിക്കുന്നത്. മൂലൂരിൻ്റെ ഡയറികളിൽ എഴുതിയിരിക്കുന്നത്. മൂലൂരാണ് കുറച്ചുകൂടി, മൂലൂരും ഇദ്ദേഹവുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു, എസ് ടി റെഡ്ഡിയാരായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് അങ്ങനത്തെയുള്ള ചില ഇൻഫർമേഷനുകൾ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നവോത്ഥാനത്തിൻ്റെ കേരളത്തിൻ്റെ ഒരു മുഖമായ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ഒരു പ്രസാദ സ്ഥാപനം തുടങ്ങുക, പിന്നീട് അദ്ദേഹം ഇറക്കുന്ന പുസ്തകങ്ങൾ കൂടി നമ്മൾ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അത് വെറും ഇതിഹാസ പുരാണങ്ങളോ ഒന്നുമല്ല, രാമായണ മഹാഭാരതങ്ങളോ ഒന്നുമല്ല. വിൽപ്പനയിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ രാമായണ മഹാഭാരതങ്ങൾ ആയിരുന്നെങ്കിൽ പോലും അവിടെ അദ്ദേഹം തിരുവിതാംകൂർ സ്റ്റേറ്റ് ലോ ഇറക്കുന്നുണ്ട്, അതേപോലെ തന്നെ നായർ സർവീസ് ലോ ഇറക്കുന്നുണ്ട്, അതേപോലെ ഈഴവ റെഗുലേഷനുകൾ ഇറക്കുന്നുണ്ട്, നായർ റെഗുലേഷനുകൾ ഇറക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പൊതുസമൂഹത്തിലേക്ക് മലയാളി പ്രവേശിക്കുന്ന ഘട്ടത്തിൽ ഇറങ്ങുന്ന പുസ്തകങ്ങളൊക്കെ ഇറക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനം. കാവ്യ പുസ്തകങ്ങളോ അല്ലെങ്കിൽ മാത്രമല്ല അദ്ദേഹം ഇറക്കുന്നത്, കേരളത്തിനെ രൂപപ്പെടുത്തിയ ഒരു സാമൂഹ്യ സാഹചര്യത്തിന് ആവശ്യമായ പുസ്തകങ്ങൾ കൂടി അദ്ദേഹം ഇറക്കുന്നു. അങ്ങനെ പതുക്കെ ഈ എസ് ടി റെഡ്ഡിയാർ എന്ന് പറയുന്ന പ്രസാധകൻ കേരളത്തിൻ്റെ ഒരു അക്ഷരഭൂപടത്തിൽ വലിയൊരു സ്ഥാനം നേടുകയും ഒക്കെ ചെയ്തു. വിദ്യാഭ്യാസത്തിന് കേരളത്തിൻ്റെ ഒരു പ്രസാധക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു മാതൃകയായി മാറുകയും ചെയ്തു. പിന്നെ അതിനെ പിന്തുടർന്ന് ധാരാളം പ്രസാധകർ, നാട്ടുപ്രസാധകർ മലയാളത്തിൽ വന്നു. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അത് ഒരു കേട്ടുകേൾവിയിൽ നിന്ന് വന്ന ഒരു കാര്യമാണ്. ഈ പ്രസാധകൻ എങ്ങനെയാണ് നമ്മളിപ്പോൾ പ്രിന്റ് ക്യാപിറ്റലിസം എന്നൊക്കെ പറയുന്നത് ഒരു കുത്തകയായി മാറുന്നത് എങ്ങനെയാണെന്നുള്ളത് എസ് ടി റെഡ്ഡിയാറിൻ്റെ ജീവിത ചരിത്രം വച്ചാൽ നമുക്കത് മനസ്സിലാവും. ഇപ്പോൾ എസ് ടി റെഡ്ഡിയാർ കൊല്ലത്ത് സ്ഥാപിച്ച അച്ചുകൂടം ഒരു വലിയ മാളികയാണ്. ആ മാളികയിലാണ് അച്ചുകൂടം തുടങ്ങുന്നത്. അതിൻ്റെ തൊട്ട് അപ്പുറത്തെ മാളികയിലാണ് അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിലൊരു റോഡ് നടപ്പാതയുണ്ട്. അപ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നുകയാണ് ഈ റോഡ് മുറിച്ച് കടക്കുന്നത് ശരിയല്ല. അപ്പോൾ അദ്ദേഹം ചെയ്തത് തൻ്റെ തൻ്റെ മാളികയും അപ്പുറത്തെ പ്രസ്സും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം അദ്ദേഹം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അത് ഉണ്ടാക്കുന്നത് ആരെയും കൊണ്ടാണ്? അന്നത്തെ ബ്രിട്ടീഷ് സർക്കാരിനെയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം എത്രമാത്രം മൂലധനം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ആ ഒരു പുസ്തക വിൽപ്പനയിൽ നിന്നുള്ള ലാഭം കൊണ്ട് മാത്രമാണ് അദ്ദേഹം പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരെ പോലെയുള്ള ബ്രിട്ടീഷ് എൻജിനീയറിംഗ് വിങ്ങിനെയും കൊണ്ട് അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഇങ്ങനെ കഴിഞ്ഞതിൻ്റെ അങ്ങനെ എസ് ടി റെഡ്ഡിയാർ മരിക്കുന്നു. കാലശേഷം അദ്ദേഹത്തിൻ്റെ മകൻ മുത്തുസ്വാമി റെഡ്ഡിയാർ ഈ പ്രസിൻ്റെ ഇതായി വരുന്നു. അപ്പോൾ അങ്ങനെ മകൻ ഒരു ദിവസം ഇങ്ങനെ പാലത്തിൻ്റെ മുകളിലൂടെ കടന്നു പോകുമ്പോൾ താഴെ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരാൾ കാറിലൂടെ സഞ്ചരിക്കുകയാണ്. മകനെ കാണുന്ന ആ നിമിഷം തന്നെ ആ പാലം പൊളിച്ചു മാറ്റാൻ അദ്ദേഹം ഓർഡർ കൊടുക്കുന്നു. അതാണ് സർ സി പി രാമസ്വാമി അയ്യർ. തൻ്റെ മുകളിലൂടെ ഒരു വ്യവസായ പ്രമുഖൻ നടന്നു പോകുന്ന കാണുമ്പോൾ
CP ഉണ്ടായ ഒരു ചെറിയ നീരസത്തിൽ നിന്നാണ് ആ പാലം പൊളിച്ചു മാറ്റപ്പെടുന്നത്. ഇതൊരു ചരിത്രമാണെങ്കിൽ പോലും ചിലപ്പോൾ കുറച്ച് കേട്ടുകളുടെ ഒരു ചരിത്രം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവാം. ചിലപ്പോൾ ഒരു വലിയ വലിയ കൂട്ടിച്ചേർക്കലുകൾ ഇതിൽ വന്നിട്ടുണ്ടാകാം. പക്ഷെ എന്നാൽ പോലും ഒരു പ്രസാധകന് അങ്ങനെ ഒരു പാലം നിർമ്മിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പ്രസാധന സ്ഥാപനം 1936 ഇതിൻ്റെ 50-ാം വർഷം വിദ്യാഭിവർദ്ധിനി പ്രസിൻ്റെ 1936 50-ാം വർഷം ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രസാധകർക്ക് മുന്നിൽ ഒരാളെ ആ ചടങ്ങിൽ പങ്കെടുപ്പിക്കണമെന്ന് നിർബന്ധമായിരുന്നു. CP രാമസ്വാമി അയ്യരെ ആ പ്രസാധന സ്ഥാപനത്തിൻ്റെ 50-ാം വർഷ ചടങ്ങിൽ മധുര പ്രതികാരമാണ്. പക്ഷെ CP സമ്മതിക്കുന്നില്ല. CP സമ്മതിക്കാത്ത ഒരു സാഹചര്യത്തിൽ അത് അവർ ചെയ്യുന്നത് തിരുവാങ്കൂർ രാജകൊട്ടാരത്തിൻ്റെ പ്രത്യേകമായ ഒരു പരിഗണനയിലേക്ക് അവർ എത്തിക്കുകയാണ്. ഒരു പ്രസാധകൻ ചെന്നെത്തുന്നത് അത്രമാത്രം വലിയൊരു കാര്യത്തിലേക്കാണ്. അല്ലെങ്കിൽ ഒരു രാജകൊട്ടാരത്തിൻ്റെ പിന്തുണയോടെ വന്ന് അധികാര ബലം വന്നു. എന്നിട്ട് CP ഇവിടെ വരുന്നുണ്ട് 1936 ഈ സ്ഥാപനത്തിൻ്റെ. പക്ഷെ ആ സ്ഥാപനത്തിൻ്റെ 50-ാം വർഷത്തിലെ CP രാമസ്വാമി അയ്യർ ചെയ്തൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗമാണ് പക്ഷെ കേരളത്തിൻ്റെ വായനാ ചരിത്രത്തിലെ ഏറ്റവും ആധികാരികമായിട്ടുള്ള ഒരു രേഖയായിട്ട് നിൽക്കുന്നത്. എത്രമാത്രം ഒരു മോഡേൺ സൊസൈറ്റിയെ CP രാമസ്വാമി അയ്യരെ പോലുള്ളവർ കണ്ടു എന്നുള്ളതിൻ്റെ തെളിവാണ്. പുസ്തക പ്രസാധനം ഒരു കുത്തകയായിട്ട് അല്ലെങ്കിൽ വലിയൊരു വൻകിട വ്യവസായമായി മാറുന്നതിനെ പറ്റി പറയുകയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് എഴുത്തുകാർക്ക് പലതരത്തിലുള്ള ആശങ്കകളുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെയൊക്കെ ഇതിൽ തന്നെ കവികൾ അല്ലെന്നുണ്ടെങ്കിൽ എഴുത്തുകാർ തന്നെ പ്രസാധകരായി തീരുന്ന ഒരു ചരിത്രം കൂടി നമുക്ക് അച്ചടിയുടെയും ഒക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാം. അപ്പോൾ അതെന്തായിരിക്കാം, അതിനോടുള്ള ഒരു പ്രതികരണം എന്താണ്? ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഇപ്പോൾ ST റെഡിയറെ പോലുള്ള പ്രസാധകൻ വരുന്നു, അതുപോലുള്ള രാമൻ മേനോനെ പോലുള്ള പ്രസാധകർ വരുന്നു. ഇവരൊക്കെ കേരളത്തിൻ്റെ പ്രസാധകനത്തെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ളൊരു ശക്തി കേന്ദ്രങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂരിൽ നിന്നാണെങ്കിൽ മാളിയമ്മാവിൽ കുഞ്ഞുമറിയത് എന്ന് പറയുന്ന ഒരാൾ പ്രസാധനത്തിലേക്ക് സജീവമായി ഇടപെടുന്ന സന്ദർഭങ്ങളൊക്കെയാണ്. അപ്പം ഈ സന്ദർഭത്തിലൊക്കെ എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ ഒരു മൂല്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കൃത്യമായിട്ടൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ മൂർക്കോത്ത് കുമാരൻ ആ കാലത്തെ പ്രസാധകരെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പ്രസാധകർ എല്ലാവരും എഴുത്തുകാരുടെ ചോര കുടിച്ച് വളരുന്ന ജീവികളാണ് എന്നാണ് പറയുന്നത്. എഴുത്തുകാരൻ്റെ അവൻ്റെ സൃഷ്ടിയെ വിറ്റ് അവനൊന്നും കൊടുക്കാതെ അല്ലെങ്കിൽ റോയൽറ്റി ഒന്നും കൊടുക്കാതെ, കൃത്യമായിട്ട് റോയൽറ്റി ഒന്നും അന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല, കൊടുക്കാതെ വൻകിട കുത്തുകളായി മാറുന്ന ഒരു പ്രസാധന സന്ദർഭമായിരുന്നു അത്. അവിടെയാണ് ആശാനെ പോലെയുള്ളവരൊക്കെ സ്വന്തം കൃതികളിലേക്ക് അതിൻ്റെ പ്രസാധനത്തിലേക്കൊക്കെ കടന്നു വരുന്നത്. അത് ഞാൻ 2 തരത്തിലാണ് അതിനെ കാണുന്നത്. ഒന്ന്, ആശാനെ പോലുള്ള ആളുകൾ ഇപ്പോൾ നവോത്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആധുനികതയായി രൂപപ്പെടുത്തിയ ഒരു വിശ്വമഹാകവി എന്ന് വേണം പറയാവുന്ന ആശാൻ്റെ ഒരു എഴുത്ത് ജീവിതത്തെ അല്ലെങ്കിൽ അതിൻ്റെ സ്വത്വത്തെ രൂപപ്പെടുത്താൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ ഒരു പദവിയെ സ്റ്റാമ്പ് ചെയ്യാനുള്ളൊരു ശ്രമമുണ്ട്. ആ സ്റ്റാമ്പ് ചെയ്യാനുള്ള ശ്രമം സ്വന്തമായിട്ട് നടത്താൻ ഇറങ്ങിത്തിരിക്കുന്ന ഒരു സന്ദർഭമായിട്ടാണ് ആശാനെ പോലെയുള്ളവർ പ്രസാധന രംഗത്തേക്ക് വരുന്നതിനെ കാണേണ്ടത്. മറ്റൊന്ന് നിശ്ചയമായിട്ടും തൻ്റെ കൃതിക്ക് കൂടുതലേക്ക് വ്യാപനം കിട്ടാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ കുറച്ചുകൂടി സൂക്ഷ്മതയോടെ തൻ്റെ കൃതികൾ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗം. ഇപ്പോൾ പാഠപുസ്തകങ്ങളൊക്കെ പല കൃതികളും പാഠപുസ്തകങ്ങളൊക്കെ ആകുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടും ആകാം. പക്ഷെ ഇവിടെ എടുത്ത് പറയേണ്ട ആശാൻ മാത്രമല്ല അതിൽ ഇടപെടുന്നത്. ആശാൻ്റെ കുടുംബം, അപ്പോൾ ഭാര്യ ഭാനുമതി ഒക്കെ ശാരദ ബുക്ക് ഡിപ്പോടെയൊക്കെ പിന്നിൽ അവരായിരുന്നു. അപ്പോൾ ആശാൻ തന്നെ ഒരിക്കലും എഴുതുന്നുണ്ട്, എൻ്റെ ഭാനുമതിയുടെ അലമാരയിൽ കൊള്ളാവുന്ന പുസ്തകങ്ങളെ ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ, ഇനിയും കുറേ ഇറക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള തിരിച്ചറിവ് ആശാന് തന്നെയുണ്ട്. അപ്പോൾ വലിയ പ്രസാധകരായിട്ടൊന്നും അല്ല അവർ നിന്നേക്കുന്നത്. പക്ഷേ സ്വന്തം പുസ്തകങ്ങൾ അച്ചടിക്കാൻ വേണ്ടിയിട്ടും ഞാൻ നേരത്തെ പറഞ്ഞാൽ എഴുത്തുകാരൻ്റെ ഒരു പദവി മൂല്യത്തെ ഉയർത്തിക്കൊണ്ടുവരാനൊക്കെ ഇവർക്ക് വലിയ പങ്ക് ഈ സ്വയം പ്രസാധനത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് പിന്നീട് തുടർച്ച കേരളത്തിൽ പലവരിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ വള്ളത്തോളിൽ അത് നമുക്ക് കാണാൻ പറ്റും. പ്രസാധക കുത്തുകൾക്കെതിരെ നിൽക്കുന്ന ഒരു ഒറ്റയാൾ പോരാട്ടം പോലെയായിരുന്നു വള്ളത്തോളിൻ്റെയൊക്കെ ജീവിതം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും.
ഓക്കെ. അപ്പോൾ മാഷ് ആശാന്റെ ഭാര്യ ഭാനുമതിയെ കുറിച്ച് പറയുകയുണ്ടായി. അപ്പോൾ ഈ ഇതുവരെ നമ്മളിങ്ങനെ ഒരു സ്ത്രീ സാന്നിധ്യത്തെ ഈ അച്ചടിയുടെ ചരിത്രത്തിലൊന്നും തന്നെ പറഞ്ഞു കണ്ടില്ല. അപ്പോൾ ശരിക്കും ഭാനുമതി എന്നുള്ള പേര് തന്നെ ചിലപ്പോൾ ഈ നിലയിൽ കുറച്ചും കൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് അറിയപ്പെടുന്നതെന്ന് തോന്നുന്നു. അത് കുറച്ചുകൂടെ ഒന്ന് വിവരിച്ചാൽ. അല്ല, അല്ലെങ്കിൽ പ്രസാദ ചരിത്രത്തിലേക്ക് സ്ത്രീകളുടെ ഇടപെടലിൻ്റെ തുടക്കം ഒന്നും നമുക്ക് അറിയാലോ. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ കുറേ നമ്മുടെ മുമ്പിൽ കണ്ടെത്തപ്പെടേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഇതിപ്പോൾ ആശാൻ്റെ ഭാര്യയുടെ പേരൊന്നും അതിൻ്റെ ഉള്ളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഭാനുമതിയുടെ പ്രവർത്തനങ്ങളൊന്നും അതിൻ്റെ ഉള്ളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. മലയാളത്തിലെ ആദ്യത്തെ സ്ത്രീ പ്രസാധകർ ആരാണെന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ഈ മുഖ്യധാരയിൽ നിൽക്കുന്ന എഴുത്തുകാരോടൊപ്പം കുറേ സ്ത്രീ ജീവിതങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെയുള്ള ഒരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അവരുടെ ഒരു എഫേർട്ടും കൂടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പറയാൻ പറ്റുള്ളൂ. പിന്നെ സ്ത്രീ പ്രസാധന ചരിത്രം മറ്റൊരു രീതിയിലാണ് നമ്മളതിനെ നോക്കി കാണേണ്ടത്. മലയാളം പോലെയുള്ള ഒരു സ്ഥലത്ത് വളരെ കുറവാണ്, ഇപ്പം പോലും വളരെ കുറവാണല്ലോ സ്ത്രീകൾ പ്രസാധകരായി നിൽക്കുന്ന സന്ദർഭങ്ങൾ വളരെ കുറവാണ്. അതിന് വേറെ തരത്തിലുള്ള മാനങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രസാധനം എന്ന് പറയുന്ന ഒരേ സമയം അതിൻ്റെ ഉള്ളിൽ സാമ്പത്തിക ഘടകങ്ങളുണ്ട്, അതിൻ്റെ വലിയ തരത്തിലുള്ള മറ്റ് ഘടകങ്ങൾ അതിൻ്റെ ഉള്ളിൽ സാംസ്കാരികവും സാമ്പത്തികവും ഒക്കെ പല ഘടകങ്ങളുണ്ട്. അവിടെ എങ്ങനെയാണ് സ്ത്രീകൾക്ക് ഒരു അല്ലെങ്കിൽ സംരംഭകയായിട്ട് എത്തപ്പെടുക എന്നുള്ളത്, അല്ലെങ്കിൽ ആ ലോകത്ത് വിജയിക്കാൻ പറ്റുക എന്നുള്ളത് കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റ് വളരെ പ്രശ്നം നിറഞ്ഞൊരു സംഭവം തന്നെയാണ്. പിന്നെ പിൽക്കാലത്ത് ഇങ്ങോട്ട് നോക്കുമ്പോൾ പ്രസാധക കമ്പനികൾ അല്ലെന്നുണ്ടെങ്കിൽ വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ പ്രസാധനത്തിൽ രൂപപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പം മനോരമ മംഗളോദയം വരുന്നുണ്ട്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു പേരാണ് മനോരമയുടെയൊക്കെ ആദ്യകാലത്ത് പ്രസാധനം വളരെ കുറവായിരുന്നു. പക്ഷേ മംഗളോദയം എന്ന് പറയുന്ന ഒരു പ്രസാധന സ്ഥാപനത്തിന് നമ്മൾ വളരെ ഉയർത്തി കൊണ്ടുവരേണ്ടതുണ്ട്. ഒരു പ്രത്യേക രീതിയിൽ മലയാളത്തിൻ്റെ ഒരു പുസ്തക സംസ്കാരത്തെ നിർമ്മിച്ചെടുത്തതിൽ മംഗളോദയം പോലെയുള്ള പ്രസാധ സ്ഥാപനങ്ങൾക്ക് വളരെ പങ്കുണ്ട്. പ്രത്യേകിച്ച് വിവർത്തന നോവലുകളിലൂടെയൊക്കെ പുസ്തകത്തെ കണ്ടന്റിൽ മാത്രമല്ല അതിൻ്റെ ഡിസൈൻ ഒക്കെ ഈ മംഗളോദയം പലതരത്തിലും അവരുടേതായ രൂപകൽപ്പനയിലൂടെയൊക്കെ മാറ്റി മറിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കവറുകളൊക്കെ യൂറോപ്യൻ പുസ്തകങ്ങളുടെ അതേ മാതൃകയിലുള്ള കവറുകളൊക്കെ അവർ നിർമ്മിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ മലയാളത്തിൻ്റെ ഒരു പുസ്തക വിപണിയെ ഉണ്ടാക്കിയെടുക്കുന്നതിലൊക്കെ മംഗളോദയം എന്ന് പറയുന്ന പ്രസാധകർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇപ്പോൾ അതിനുശേഷം മാതൃഭൂമി വരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ സ്വയം പ്രസാധനത്തിലേക്ക് വരുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ വള്ളത്തോൾ എൻ്റെ ഇപ്പോൾ പാവങ്ങളുടെ അച്ചടി എങ്ങനെയൊക്കെ വന്നെന്നുള്ളത് ചരിത്രത്തിൽ പലവരും പല തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് പ്രസാധകൻ എന്നുള്ള നിലയിൽ വള്ളത്തോൾ വളരെയധികം എഫേർട്ട് എടുക്കുക. കാരണം ഒരു പുസ്തകത്തെ എവിടെ എത്തിക്കണമെന്ന് വള്ളത്തോളിന് കൃത്യമായിട്ട് അറിയാൻ പറ്റാവുന്ന നല്ലൊരു ബിസിനസ് സംരംഭകനാണ് വള്ളത്തോൾ എന്നാണ് ഞാൻ പറയുള്ളൂ. ഇപ്പം എഴുത്തുകാരൻ എന്നുള്ളതിനപ്പുറത്തേക്ക് നവോത്ഥാനത്തിൻ്റെ സംരംഭകത്വത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ടാണ് ഈ വള്ളത്തോളിനെ നമുക്ക് കാണേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം എവിടെ എത്തണം എന്ന് വള്ളത്തോളിന് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ലാഭം എത്ര കിട്ടുമെന്നൊക്കെ അദ്ദേഹത്തിന് കൃത്യമായിട്ടൊരു ധാരണയുണ്ടായിരുന്നു. നമ്മൾ ചരിത്രത്തിൽ നാലപ്പാടിൻ്റെ പാവങ്ങൾ പുസ്തകമാക്കുന്ന സമയത്ത് മംഗളോദയത്തിന് സ്വന്തം കൃതികൾ ജാമ്യം വെച്ചിട്ടാണ് വള്ളത്തോൾ അത് അച്ചടിക്കാനുള്ള പൈസ കണ്ടെത്തുന്നത്. അതിൻ്റെ റോയൽറ്റി അങ്ങോട്ട് കൊടുത്തിട്ട് ആണ് കണ്ടെത്തുന്നത്. പക്ഷെ വളരെ വേഗത്തിൽ ഈ പാവങ്ങൾ മലയാളത്തിൽ വിറ്റുപോവുകയും വള്ളത്തോളിന് ആ എഗ്രിമെൻ്റ് പിൻവലിക്കാൻ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ അത് പിൻവലിച്ചെടുക്കാനൊക്കെ പറ്റി. മംഗളോദയത്തിൽ നിന്ന് പിൻവലിച്ചെടുക്കാനൊക്കെ പറ്റി. പക്ഷെ പാവങ്ങൾ ഉണ്ടാക്കിയ ഒരു വായനാ തരംഗമുണ്ട്. ആ തരംഗത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച, അല്ലെങ്കിൽ ആ വായനാ സംസ്കാരത്തിന്റെ, മലയാളത്തിന്റെ ഒരു വായനാ സംസ്കാരത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാൾ എന്ന നിലയിൽ കൂടി വള്ളത്തോളിനെ അടയാളപ്പെടുത്തേണ്ടതുണ്ട്. അത് ഞാൻ പറഞ്ഞു വന്നത്. വള്ളത്തോളിനെ പല മുഖങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുമ്പോൾ പ്രസാധകനും സംരംഭകനും എന്നുള്ള രീതിയിൽ വള്ളത്തോളിനെ കാണണം എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത് ആധുനികതയുടെ മറ്റൊരു മുഖമാണ്, അല്ലെങ്കിൽ നവോത്ഥാനത്തിൻ്റെ തന്നെ മറ്റൊരു മുഖമായിട്ടാണ് നമുക്കതിനെ കാണേണ്ടി വരിക. ഇപ്പോൾ വള്ളത്തോൾ സ്വന്തം പ്രസാധക സ്ഥാപനമൊക്കെ സ്വന്തം സ്ഥാപനം തുടങ്ങി. അത് പോലീസ് റൈഡൊക്കെ ഉണ്ടായിരുന്നു അതിൽ.
അങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെയാണ് വള്ളത്തോളിൻ്റെ അവസാന കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. വള്ളത്തോൾ നമ്മൾ പൊതുവെ കവി എന്നുള്ള നിലയിൽ കാണുമ്പോൾ ഇങ്ങനെ മറു സൈഡ് ഇത്തരത്തിൽ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത്. വള്ളത്തോൾ ഗ്രന്ഥാലയത്തിൽ പോലീസ് റെയ്ഡൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വള്ളത്തോൾ അന്ന് അവസാന കാലത്തൊക്കെ അതിന് വലിയ നിരാശയൊക്കെ രേഖപ്പെടുത്തിയിട്ട് കത്തുകളൊക്കെ അയക്കുന്നുണ്ട്, പട്ടംതാളുകളിലേക്ക് കത്തുകളൊക്കെ അയക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആ ജീവിതം അങ്ങനെയൊക്കെ ആയിരുന്നു. ഓക്കെ. വ്യക്തിഗതമായിട്ടുള്ള പ്രസാധന സംരംഭങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കൂട്ടായ്മകളിലൂടെ രൂപപ്പെട്ടത്. ഇപ്പം നമ്മൾ ഈ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിനകത്ത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം സാഹിത്യത്തിലും അതുപോലെ തന്നെ സാമൂഹ്യ തലത്തിലും വായനയുടെ ഒരു ചരിത്രത്തിലും ഒക്കെ നിർണായകമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ളതാണ്. സാഹിത്യകാരന്മാരുടെ ഒരു കൂട്ടം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ കൂട്ടായ്മകളിലൂടെ രൂപപ്പെട്ട പുസ്തക ചരിത്രത്തിൻ്റെ ഒരു പിന്നാമ്പുറം എങ്ങനെയാണ്? സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ഒരു 80 വർഷത്തെ ചരിത്രം ഒരു പക്ഷേ മലയാള പ്രസാധനത്തിൻ്റെ വേറിട്ടൊരു വഴിയെ നമുക്ക് കാണിച്ചു തരുന്ന ചരിത്രമാണ്. ഇപ്പോൾ എഴുത്തുകാരുടെ കൂട്ടായ്മയിൽ നിന്ന് ഒരു പ്രസാധക ഗ്രൂപ്പ് ഉണ്ടാകുക, ആ ഗ്രൂപ്പ് ലോകത്തെ ഏറ്റവും വലിയ എഴുത്തു കൂട്ടായ്മയായി മാറുക. ഒരു സന്ദർഭത്തിൽ ഒരു ദിവസം ഒരു പുസ്തകം എന്ന രീതിയിലൊക്കെ അവർ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, നേരത്തെ ഞാൻ ആദ്യ ഘട്ടത്തിൽ സൂചിപ്പിച്ച എഴുത്തുകാരൻ എന്ന് പറയുന്ന ആ ഒരു പദവി രൂപപ്പെടുത്തുന്നതിൽ അന്നത്തെ മഹാകവികൾക്കൊക്കെ വഹിച്ച പങ്ക്, അതിൻ്റെ ഒരു തുടർച്ചയിൽ എഴുത്ത് കൂട്ടായ്മയിലൂടെ രൂപപ്പെടുന്ന ഒരു സംഘടിത ശക്തിയുണ്ട്. ആ ശക്തി എങ്ങനെയാണ് പ്രസാധനത്തിലേക്ക് അതിൻ്റെ ഒരു ഊർജം മുഴുക്കെ കൊടുത്ത് രൂപപ്പെടുത്തിയതെന്നുള്ളതിൻ്റെ ഒരു ചരിത്രമാണ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ തുടക്കം. 1945 തുടങ്ങുന്ന ഒരു സ്ഥാപനം ആദ്യം ഒരു 5 വർഷമൊക്കെ ഒരു കൃതിയിൽ മാത്രമേ നിന്നിട്ടുള്ളൂ. തകഴിയുടെ കഥകൾ മാത്രം അച്ചടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ 50കൾക്ക് ശേഷം വരുന്ന ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കേരളത്തിൻ്റെ വായനാ സംസ്കാരത്തിൽ വരുന്നൊരു മാറ്റത്തിലൊക്കെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ പുസ്തകങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. പിന്നീട് ആ അവരുടെ പ്രൊഡക്ഷൻ 50, 60, 70കളിലൊക്കെ കേരളത്തിലെ ഏറ്റവും ലീഡിങ് പ്രസാധക ഗ്രൂപ്പായിട്ട് അവർ മാറി. ഞാനിതിൻ്റെ ഉള്ളിൽ 2 തരത്തിൽ കാണുന്നുണ്ട്. ഒന്ന്, കേരളത്തിൻ്റെ ഒരു ത്തിലേക്ക് മറ്റൊരു സാഹിതീയ അഭിരുചിയെ അല്ലെങ്കിൽ അഭിരുചി നിർമ്മിതിയിൽ, സാഹിത്യ കേന്ദ്രിതമായിട്ടുള്ള ഒരു അഭിരുചി നിർമ്മിതിയിൽ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ വിവർത്തന കൃതികൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇപ്പോൾ ലോക സാഹിത്യത്തോട് മലയാളി ഒരു ആഭിമുഖ്യം ഉണ്ടാകുന്നതൊക്കെ ഈ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ കൃതികളിലൂടെയാണ്. അതിനൊരു പ്രത്യേക താല്പര്യം തന്നെ അവർ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒപ്പം തന്നെ പുരോഗമന സാഹിത്യത്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ പിന്നീട് വരുന്ന സാഹിത്യ അഭിരുചികൾക്കൊക്കെ അനുസൃതമായിട്ട് കൃതികൾ നിർമ്മിക്കാൻ അവർക്ക് കഴിഞ്ഞു. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഒരു ദിവസം ഒരു പുസ്തകം എന്നുള്ള രീതിയിൽ പോലും അവരുടെ പുസ്തകങ്ങളുണ്ടായിരുന്നു. 80കളോടെ പക്ഷേ ആ പ്രസാധന ഗ്രൂപ്പ് പതുക്കെ അസ്തമിച്ച് വരുന്നുണ്ട്. അത് അവരുടെ പലതരത്തിലുള്ള മിസ്മാനേജ്മെൻറ്റും ഒരേപോലുള്ള കൃതികളുടെ പ്രസാധനത്തിൽ വരുന്ന ചിലപ്പോൾ ഇതൊക്കെയായിരുന്നു. അതിൻ്റെ കാരണങ്ങൾ വേറെ പലതാണ്. പക്ഷെ കേരളത്തിൽ ഒരു വായനാ അഭിരുചി ഉണ്ടാക്കുന്നതിലും കേരളത്തിൻ്റെ സാഹിതീയമായിട്ടുള്ള ഒരു അഭിരുചി നിർമ്മിതിയിലൊക്കെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം വഹിച്ച പങ്കിനെ നമുക്ക് അങ്ങനെ വില കുറച്ച് കാണാനൊന്നും പറ്റില്ല. ഇതെനിക്ക് തോന്നുന്നു വേറെ മാതൃകകൾ കേരളത്തിൽ വളരെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലോ അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ കോണ്ടെക്സ്റ്റിലൊക്കെ വളരെ കുറവാണ്. അപ്പം അത്രയും പ്രബുദ്ധരായിട്ടുള്ളൊരു ജനതയുടെ ഉള്ളിലാണ് ഒരു പ്രസാധക ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ നമ്മൾ. ഇതിൻ്റെ ഒപ്പം ഗ്രന്ഥശാലകളുടെ വളർച്ച, ഒപ്പം ഒരു വലിയ വായനാ സംസ്കാരത്തിൻ്റെ വളർച്ച, അന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങളൊക്കെ ഇതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിനൊപ്പം അങ്ങനെ വന്ന ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിന്ന് കേരളത്തിൻ്റെ അക്ഷരഭൂപടത്തിൽ സ്ഥാനം ഉറപ്പിച്ച സ്ഥാപനം എന്നുള്ള രീതിയിലാണ് നമുക്ക് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തെ കാണേണ്ടത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അടിക്കടിക്കുണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെ പലതര ഘട്ടങ്ങളിലും മന്ദീഭവിക്കുകയൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി എനിക്ക് തോന്നുന്നു മറ്റൊരു ഘട്ടമായിട്ട് വരുന്നത്, ഇപ്പം നമ്മൾ മതപരമായിട്ടുള്ള ഗ്രന്ഥങ്ങളുടെ ഒരു ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്നു. രണ്ടാമതുണ്ടാകുന്ന സാഹിത്യപരമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നു. പിന്നീട് വൈജ്ഞാനികമായിട്ടുള്ള ഒരു പ്രസിദ്ധീകരണത്തിലേക്ക് തിരിയുന്നുണ്ട്. അപ്പോൾ അതിൽ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവിൽ തന്നെ പല പ്രസാധന സംരംഭങ്ങളും തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വൈജ്ഞാനികമായിട്ടുള്ള പുസ്തകങ്ങളുടെ പ്രസാധനം എങ്ങനെയാണ് നമ്മുടെ ഭാഷയെയും അല്ലെന്നുണ്ടെങ്കിൽ സാമൂഹ്യ തലത്തെയും ഒക്കെ നവീകരിക്കുന്നതിലൊരു ഘടകമായത്? കേരളത്തിൻ്റെ പ്രസാധന ചരിത്രത്തിലെ ഏറ്റവും ചലനാത്മകമായിട്ടുള്ള കാലമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് 1956 ശേഷമുള്ള ഐക്യ കേരള പിറവിക്ക് ശേഷമുള്ള കാലത്തെയാണ്.
അവിടെയാണ് പൊതുമേഖലാ പ്രസാധകർ കേരളത്തിൽ രൂപപ്പെടുന്നത്. ഇപ്പോൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പോലുള്ള സ്ഥാപനം വരുന്നു, സർവ്വവിജ്ഞാന കോശ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നു, അതേപോലെ തന്നെ സർക്കാർ തലത്തിൽ ഉള്ള പ്രസാധക സ്ഥാപനങ്ങൾ വരുന്നു. ഇപ്പോൾ ഒരു സമൂഹത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു പുരോഗമന സമൂഹത്തിൻ്റെ ഉള്ളിൽ സാഹിത്യകൃതികളാണോ വൈജ്ഞാനിക കൃതികളാണോ കൂടുതൽ വായിക്കപ്പെടേണ്ടത്, ഉണ്ടാക്കപ്പെടേണ്ടത് എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. സാഹിതീയമായിട്ടുള്ള ഒരു ഒരു ലോകക്രമത്തിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ സാഹിതീയമായുള്ളൊരു വായനാ സംസ്കാരത്തിനപ്പുറത്തേക്ക് വൈജ്ഞാനിക കൃതികളുടെ വായനയിലേക്ക് മലയാളിയെ കൊണ്ടുവന്നതിൽ ഈ പൊതുമേഖലാ പ്രസാധകർ, ഇതേപോലെ തന്നെയുള്ള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പോലുള്ള പ്രസാധകർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇതിൽ പ്രധാനപ്പെട്ട റോള് വഹിച്ച ഒരാളാണ് NV കൃഷ്ണവാര്യർ. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപക എഡിറ്ററായിട്ട് സർക്കാർ തലത്തിൽ നിയമിതനായ NVയുടെ പ്രവർത്തനങ്ങളാണ് ഒരുപക്ഷെ വൈജ്ഞാനിക മലയാളത്തിന് മറ്റൊരു പേജ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പേശി ബലത്തെയൊക്കെ ഊട്ടിയുറപ്പിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഈ വൈജ്ഞാനിക കൃതികളുടെ പ്രസാധനത്തെ നമ്മൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ പൊതു കോണ്ടക്സ്റ്റ് എടുത്തിട്ടാണ് നോക്കി കാണേണ്ടത്. കാരണം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ പല ഭാഷകളിലുമുണ്ട്. അവിടെ പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞ ഒരു സ്ഥാപനം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്, നമ്മളാണ്. അപ്പോൾ NVയുടെ ഒരു വലിയ തരത്തിലുള്ള NV അതിനൊരു ഡിസൈൻ ചെയ്ത ഒരു ഇതുണ്ട്. ഈ ശബ്ദധാരാവലികൾ ഇറക്കുക, അല്ലെങ്കിൽ പദകോശങ്ങൾ ഇറക്കുക, സാങ്കേതിക പദകോശങ്ങളൊക്കെ ഇറക്കുക, എല്ലാം മാതൃഭാഷയിലൂടെ വിനിമയം ചെയ്യപ്പെടുക ഒക്കെ ചെയ്യുന്ന ഒരു വലിയൊരു പ്രസാധന പോളിസി NV അവതരിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ മലയാളത്തിൻ്റെ പ്രസാധന ചരിത്രത്തിൽ NVയെക്കുറിച്ച് ഇനിയും ധാരാളം പഠനങ്ങൾ വരേണ്ടതുണ്ട്. കവി എന്ന നിലയിലും സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിലും പ്രഭാഷകൻ എന്ന നിലയിലൊക്കെ മാറിയിട്ട് NV എന്ന് പറയുന്ന ഒരു പ്രസാധക ഡിസൈനറെ ഞാൻ അങ്ങനെ തന്നെ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം വഹിച്ചൊരു പങ്കിനെ മലയാളത്തിൽ ഇനിയും ഗവേഷണം നടത്തി അല്ലെങ്കിൽ ഗവേഷണ പഠനങ്ങളിലൂടെ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇവിടെ ഈ ശബ്ദധാരാവലികളുടെയൊക്കെ ഒരു രൂപപ്പെടലോടെയാണ് മാതൃഭാഷ എന്ന നിലയിൽ മലയാളത്തിൻ്റെ ഒരു വിവർത്തന ശേഷിയും മലയാളത്തിൻ്റെ ഒരു ശാസ്ത്ര അല്ലെങ്കിൽ പദസമ്പത്തും ഒക്കെ നമുക്ക് ബലപ്പെടുന്നത്. ഏത് ഭാഷയിലും വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആധാര സ്വരൂപത്തെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇപ്പം നമ്മൾ 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലൊക്കെ ഇപ്പോൾ ജോർജ് മാത്തിനെ പോലെയുള്ളവരൊക്കെ വളരെ അനായാസമായിട്ട് എഴുതുന്ന ഈ ശാസ്ത്ര ലേഖനങ്ങളും അല്ലെങ്കിൽ ശാസ്ത്ര പദങ്ങളുമൊക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മളത് ഒക്കെ മാറ്റി കുറച്ചുകൂടി സംസ്കൃതീകരിക്കപ്പെട്ട മലയാളത്തിലേക്ക് നമ്മൾ മാറിപ്പോയി. അവിടെയാണ് ഈ സാഹിത്യ പുസ്തകങ്ങളൊക്കെ കൂടുതലായിട്ട് കടന്നു വരികയും സാഹിത്യ കേന്ദ്രിതമായിട്ടുള്ള വായനയിലേക്ക് മലയാളി കടന്നു വരികയൊക്കെ ചെയ്തത്. അവിടെ നിന്ന് 1956 അല്ലെങ്കിൽ ഐക്യകേരള പിറവിക്ക് ശേഷം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പോലുള്ള സ്ഥാപനങ്ങൾ വന്നതോട് കൂടിയിട്ടാണ്, പ്രത്യേകിച്ച് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തുടർച്ച ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഉള്ള വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ ചെറുകിട പ്രസാധകരും വരുന്നുണ്ട്, അക്കാദമിയുടെ രൂപീകരണം വരുന്നുണ്ട്. ബാലൻ പബ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷൻ ഗ്രൂപ്പ് വരുന്നുണ്ട്. ഇവരൊക്കെയാണ് ശാസ്ത്രകൃതികൾ മലയാളത്തിലേക്ക് കൂടുതലായിട്ട് അച്ചടിക്കപ്പെടുന്ന ഒരു സന്ദർഭം വരുന്നത്. ഇപ്പോൾ സാഹിത്യത്തെ കേന്ദ്രിതമായിട്ടുള്ള ഒരു വായനാ ലോകത്തിനപ്പുറം ശാസ്ത്ര കേന്ദ്രിതമായുള്ള പുസ്തകങ്ങളൊക്കെ അവിടെ കുറച്ചുകൂടെ നമ്മളിപ്പോൾ അതിൻ്റെ പുസ്തകങ്ങളുടെ എണ്ണമൊക്കെ നോക്കിയിട്ട് ഉള്ള ഒരു ഇതാണെങ്കിൽ അവിടെയാണ് കൂടുന്നത്. 70-80 ആ കാലഘട്ടത്തിലാണ്, 1970-80 കാലഘട്ടത്തിലാണ് ശാസ്ത്ര അല്ലെങ്കിൽ വൈജ്ഞാനിക പുസ്തകങ്ങളുടെ ഒരു വളർച്ച മലയാളത്തിൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അങ്ങനെ നമുക്ക് മാറ്റി നിർത്താൻ പെടേണ്ട ഒരു സ്ഥാപനമല്ല. പിന്നീട് അതിൻ്റെ പോളിസി മാറുന്നുണ്ട്. പിന്നീട് അത് സാഹിത്യ കേന്ദ്രിതമായിട്ടുള്ള പുസ്തകങ്ങളും അച്ചടിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ പൂർണ്ണമായിട്ട് സാഹിത്യ കേന്ദ്രിത പുസ്തകങ്ങളിലാണ് അത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒരിക്കലും അത് ഒരു അതിൻ്റെ സ്റ്റാർട്ട് ചെയ്ത ഒരു പോളിസിയിൽ നിന്ന് വ്യതിചലിച്ച് വേറെ തരത്തിലേക്കാണ് അത് മാറിപ്പോകുന്നത്. അതൊരിക്കലും ഒരു പുരോഗമന സമൂഹത്തിൽ നല്ലൊരു കാര്യമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വൈജ്ഞാനിക കൃതികളുടെ പ്രസാധനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചൊരു സ്ഥാപനം ആ തരത്തിൽ നിൽക്കട്ടെ എന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ പറ്റുക. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പൊതു പോളിസിയുടെ ഇപ്പം മാനക ശബ്ദാവലിയൊക്കെ പ്രസാധനത്തിലേക്ക് അതിൻ്റെ ഒരു പ്രസാധന സന്ദർഭത്തെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നിട്ടാണ് ഇത് ആ പുസ്തകം റിലീസ് ചെയ്യുന്നത്. ആ ചടങ്ങിൽ കേരള മുഖ്യമന്ത്രി ഉണ്ട്.
അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം അത്രമാത്രം ഒരു പുസ്തക പ്രസാധനത്തിന് വേണ്ടി സംസ്ഥാനത്തെ മുഖ്യമന്ത്രി വരുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോലും ഒരു ശബ്ദ താരാവലിയുടെ പ്രസാധനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാവുന്ന ഒരു പ്രത്യേക ഒരു പോളിസി ഒന്നുണ്ട്. അതാണ് വേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ചരിത്രത്തിന്റെ ഒരു ചരിത്രപരമായിട്ടുള്ള പല കാലഘട്ടങ്ങൾ നമ്മൾ പറയുകയുണ്ടായി. ഇനിയിപ്പോൾ നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുമ്പോൾ പുസ്തകങ്ങളെക്കുറിച്ച് എക്കാലവും ഉണ്ടാകുന്ന അല്ലെങ്കിൽ അടുത്ത കാലത്ത് വളരെ സജീവമായി നടക്കുന്ന ചർച്ചയിലൊന്നാണ് പുസ്തകങ്ങൾ മരിക്കുന്നു അല്ലെങ്കിൽ വായന മരിക്കുന്നു, ഇനി വരാൻ പോകുന്നത് ഡിജിറ്റൽ കാലഘട്ടത്തിന്റെ യുഗമാണെന്നൊക്കെ. പക്ഷെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാൽപ്പനികമായിട്ടുള്ള ഒരു പറച്ചിലായിട്ട് പലപ്പോഴും തോന്നുന്ന രീതിയിലാണ് പല ഇത് പ്രസാധന രംഗത്തുണ്ടാകുന്ന കുതിച്ചുചാട്ടങ്ങൾ അല്ലെങ്കിൽ പുസ്തകങ്ങളുടെ വിറ്റഴിക്കലിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ പുസ്തകത്തിന്റെ ഒരു തുടർ ജീവിതത്തെ മാഷ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പുസ്തകം അതിൻ്റെ ചരിത്ര ജീവിതം തുടങ്ങിയ കാലത്ത് തന്നെ പുസ്തകങ്ങൾ മരിക്കുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും കേട്ട് തുടങ്ങിയതാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം പല ഘട്ടങ്ങളിലും ഇതുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മാർക്കോണി റേഡിയോ കണ്ടുപിടിച്ചപ്പോഴും പുസ്തകങ്ങളുടെ മരണമാണ് അന്ന് യൂറോപ്പിലൊക്കെ ആളുകൾ പറഞ്ഞത്. വായനയുടെ മരണം സംഭവിക്കാൻ പോകുന്നു. പക്ഷെ അതിനൊക്കെ അതിജീവിച്ച പുസ്തകത്തിൻ്റെതായൊരു തുടർ ജീവിതം സാധ്യമാക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പോസ്റ്റ് ഗുട്ടൻബർഗ് കാലത്ത് എങ്ങനെയാണ് പുസ്തകങ്ങൾ അതിജീവിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമാന്തര ജീവിതം നയിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു മറ്റൊരു പഠന വിഷയമാണ്. ഇപ്പോൾ ഞാൻ ആത്യന്തികമായിട്ട് പുസ്തകങ്ങൾ ഏത് കാലത്തും നിൽക്കുമെന്ന് അതിന് ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ എംബർട്ടോ ഇക്കോ ദ എൻഡ് ഓഫ് ബുക്ക് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അവസാന കൃതികളിലെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പുസ്തകങ്ങൾ മനുഷ്യൻ ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചക്രം എന്ന് പറയുന്ന കണ്ടുപിടുത്തമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു നാഗരികത അല്ലെങ്കിൽ ഒരു റെവല്യൂഷൻ്റെ ഒക്കെ വ്യാവസായിക ആധുനികതയുടെയും നാഗരികതയുടെ ഒക്കെ ഒരു അടയാളമായിട്ടാണ് ചക്രത്തെ നമുക്ക് കാണാൻ പറ്റുക. ചക്രത്തിൻ്റെ ആ ഒരു മോഡലിനെ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ആ ഒരു കണ്ടുപിടുത്തം അങ്ങനെ തന്നെയായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ പുസ്തകങ്ങളും അങ്ങനെ തന്നെയാണെന്നാണ് എംബർട്ടോ ഒക്കെ പറയുന്നത്. നിങ്ങളുടെ മാനവ സംസ്കാരത്തെ രൂപപ്പെടുത്തിയ ഒരു കണ്ടുപിടുത്തമായിട്ട് തന്നെയാണ് എംബർട്ടോ എക്കോ ഒക്കെ പുസ്തകത്തിന് എൻഡ് ഓഫ് ബുക്ക് എന്നുള്ള ആ ഒരു ദിസ് ഈസ് നോട്ട് ആൻ എൻഡ് ഓഫ് ദ ബുക്ക് എന്നുള്ള അദ്ദേഹത്തിൻ്റെ കൃതിയിൽ അദ്ദേഹം വിശദമായിട്ട് പറയുന്നുണ്ട്. പുസ്തകങ്ങൾക്ക് മരണമൊന്നുമില്ല, പുസ്തകങ്ങൾ അതിൻ്റെ സമാന്തര ജീവിതം തുടർന്നുകൊണ്ടേ തന്നെയിരിക്കും. ഇപ്പം പോസ്റ്റ് ഗുട്ടൻബർഗ് കാലത്ത് പുസ്തകങ്ങൾ എങ്ങനെയാണ് അതിജീവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ പുസ്തകമായിട്ടല്ല നിൽക്കുന്നത്. ഒരു മീഡിയ കൺവെർജൻസ് പുസ്തക പ്രസാധനത്തിലും അതിൻ്റെ ഡിസൈനിലും എല്ലാം ഉണ്ട്. ഇപ്പോൾ ഒരു എഴുത്തുകാരനായിട്ട് മാത്രമല്ല നിൽക്കാൻ പറ്റുക, അയാളൊരു മീഡിയ പേഴ്സണായിട്ടും അല്ലെങ്കിൽ മറ്റുള്ള രൂപത്തിൽ അദ്ദേഹത്തിന് ഒരു കാർണിവൽ സ്വഭാവത്തിലേക്കാണ് നമ്മുടെ പ്രസാധനമൊക്കെ കടന്നു വരുന്നത്. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടാകുന്ന എത്രമാത്രം ഇപ്പോൾ നമ്മുടെ ബുക്ക് ഫെസ്റ്റിവലുകളെന്നൊന്ന് എടുത്തു നോക്കിയാൽ മതിയല്ലോ. ബുക്ക് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ മറ്റൊരു തരത്തിലുള്ള ഒരു സംസ്കാരമാണ്. കേരളത്തിലെ ആദ്യത്തെ ബുക്ക് ഫെസ്റ്റിവൽ നടത്തിയത് ഭാരതവിലാസ സഭയാണ്. അന്ന് പൂരത്തിന്റെ പിറ്റേ ദിവസമാണ് ഭാരതവിലാസ സഭ ബുക്ക് ഫെസ്റ്റ് നടത്തുന്നത് കേരളത്തിലെ. ഈ സാഹിത്യോത്സവങ്ങളും ഈ സാഹിത്യോത്സവങ്ങളുടെ തുടക്കത്തിലാണ് ഈ പുസ്തകങ്ങൾ വരുന്നത്. അന്ന് കേരളത്തിലാണ് മുഖ്യതായി. ഇപ്പം അന്ന് നമ്മൾ പറഞ്ഞ മാതിരി തിരുവിതാംകൂർ, കൊച്ചി, മലബാറിൽ എല്ലാവരും ഒരേപോലെ ആ സാഹിത്യ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നു. അതൊരു സാഹിത്യ കേന്ദ്രിതമായിട്ടുള്ള സമ്മേളനമാണ്. പക്ഷെ ഇന്ന് ആ സമ്മേളനത്തിൻ്റെ ഒരു തുടർച്ചയെന്ന നിലയിൽ നമുക്ക് ഒരു നൂറ്റാണ്ടുകൾക്ക് ശേഷം കാണാൻ പറ്റാവുന്ന ബുക്ക് ഫെസ്റ്റിവലിലൊക്കെ ഒരു കാർണിവൽ സ്വഭാവത്തിൽ പുസ്തകം മാത്രമല്ല അവിടെ നിൽക്കുന്നത്. അവിടെ സംഗീതമുണ്ട്, നൃത്തമുണ്ട്, ചലനമുണ്ട്, മറ്റ് ചലച്ചിത്രമുണ്ട്. എല്ലാ മേഖലയിൽ ഇടപെടുന്ന ആളുകളാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത്. അങ്ങനെ എല്ലാവരിലൂടെ അല്ലെങ്കിൽ എല്ലാ മാധ്യമങ്ങളിലൂടെയാണ് നമുക്ക് ഇന്നൊരു പുസ്തകത്തിൻ്റെ തുടർ ജീവിതം സാധ്യമാക്കാൻ പറ്റൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പുസ്തകമായിട്ട് മാത്രമല്ല ഇന്ന് ഇപ്പോൾ നിൽക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് അതിൻ്റെ ഒരു അതിജീവനത്തിൻ്റെ പ്രശ്നം. മറ്റൊന്ന്, നമ്മളിപ്പോൾ പറയുന്ന മാതിരി പുസ്തകത്തിൻ്റെ പ്രൊഡക്ഷൻ കൂടിയിട്ടുണ്ട്, വിൽപ്പന കൂടിയിട്ടുണ്ട്, ധാരാളം പുതിയ പതിപ്പുകൾ വരുന്നു. മറ്റുള്ള ഇപ്പോൾ ഏത് രാജ്യത്തു നിന്നും പുസ്തകങ്ങൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ആ ഇതിൽ തന്നെ. ഇപ്പോൾ ഹാരി പോട്ടർ എന്ന് പറയുന്ന ഗ്രന്ഥം വരുന്ന ആ സന്ദർഭത്തിൽ തന്നെ ഹാരി പോട്ടറിൻ്റെ മലയാള വെർഷനും ഇറങ്ങി, വിവർത്തനം ഇറങ്ങി അതേ ദിവസം തന്നെ. അത്രമാത്രം ഒരു സമകാലികതയോട് ഈ പ്രസാധനം ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അവിടെ പോലും ആളുകൾ വായിക്കുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. പക്ഷെ വായന രീതിയിലാണ് മാറ്റം വരുന്നത്. ഇപ്പോൾ നവമാധ്യമങ്ങൾ
വന്നു. ആ മാധ്യമങ്ങൾക്ക് അനുസരിച്ച് അതിനോട് ചേർന്ന് നിന്നിട്ടുള്ള വായനയാണ് ഈ പുസ്തക കേന്ദ്രിതമായിട്ടുള്ള വായനയെ നമ്മൾ കാണേണ്ടത്. രണ്ടും രണ്ട് തരത്തിലല്ല കാണേണ്ടത്, അതിനോട് സമാന്തരപ്പെട്ട് നിൽക്കുന്ന വായനയായിട്ടാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാർക്കോണി റേഡിയോ കണ്ടുപിടിച്ച് ഇപ്പോൾ പുസ്തകം മരിച്ചു എന്ന് പറയുന്ന കാര്യം സമാന്തര ലോകത്തും പുസ്തകം മരിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ പുസ്തകം അതിനെ അതിജീവിച്ച് തന്നെ മുന്നോട്ട് പോകും. പുസ്തകത്തിൻ്റെ തുടർ ജീവിതം സാധ്യമാകും. അങ്ങനെ സാധ്യമാകുമ്പോഴാണ് നമുക്ക് പുസ്തക ചരിത്രം ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റേതായ രീതിയിലേക്ക് എന്ന് പറഞ്ഞാൽ പല മേഖലയിലും തൊട്ട് നിൽക്കുന്ന തരത്തിൽ നമുക്ക് പുസ്തക ചരിത്രത്തെക്കുറിച്ചിട്ട് ആലോചിക്കാൻ പറ്റും. വെറും പ്രസാധകരുടെ ചരിത്രമോ പബ്ലിഷേഴ്സ് മറ്റ് അച്ചടിയുടെ ചരിത്രമോ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രമോ ഒന്നും ആക്കാതെ സൗന്ദര്യാത്മകമായ വായനയുടെ ചരിത്രമൊക്കെ നമുക്ക് പുസ്തക ചരിത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊണ്ടുപോകാൻ പറ്റുന്നത് ഈ പുസ്തകങ്ങളുടെ ഭാവി മുന്നോട്ട് തന്നെ കണ്ടിട്ടാണ്. ഒരിക്കലും നമ്മൾ അങ്ങനെ പുസ്തകം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പുസ്തകം അതിൻ്റെ തുടർ ജീവിതം വളരെ എന്താ പറയുക ഇതായിട്ട് തന്നെ തുടരും എന്ന് തന്നെയാണ്. അതിന് യാതൊരു തരത്തിലുള്ള ഇതുണ്ടാവില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു.